ഇന്ന് എക്സാം ഓറിയന്റഡ് ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. അതായത് നമ്മളെ 17 ചാപ്റ്ററുകളും നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഓരോ ചാപ്റ്ററുകളിലും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ എക്സാം ഓറിയന്റഡ് ക്ലാസ്സിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ യൂണിറ്റ് 1 എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ക്ലിയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ. യൂണിറ്റ് 1 ബ്ലോക്ക് 1 to 3 വരെയാണ്. ബ്ലോക്ക് 1 1 തൊട്ട് 3 വരെയാണ് ബ്ലോക്ക് 1. അതിലെ യൂണിറ്റ് 1 വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒരു എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. എല്ലാ വർഷവും ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ് എന്തൊക്കെയെന്ന്. പ്രധാനമായും 3 സെൻട്രൽ പ്രോബ്ലംസ് ആണുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഫോർ whom ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലം എന്ന് അറിയപ്പെടുന്നത്. അപ്പോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓരോ ചാപ്റ്ററിലും വരുന്ന പ്രധാനപ്പെട്ട എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വിശകലനം ചെയ്യാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ടോപ്പിക് ആണ് ഏത്? സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. എക്കോണമിയുടെ സെൻട്രൽ പ്രോബ്ലംസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഈ പോയിന്റുകൾ നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയലിലോ അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്കിലോ ഉണ്ടായിരിക്കും. ഇതിന്റെ വിശദീകരണം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം. അപ്പൊ നമ്മൾ എന്താണ് നമ്മളൊരു സമ്പദ് വ്യവസ്ഥയില് സാമ്പത്തിക മേഖല വളരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കണം? എന്താണ് ഞാൻ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, അതെങ്ങനെ അതേപോലെ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന ഒരു ചോദ്യം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമിയിൽ 3 പോയിന്റ്സുകളാണ് കവർ ചെയ്യുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ് എന്ത് ഉൽപ്പാദിപ്പിക്കണം, അത് മനുഷ്യന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, ഉൽപ്പാദിപ്പിക്കേണ്ടത്. ഹൗ ടു പ്രൊഡ്യൂസ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ലേബർ ടെക്നിക്കും ഉണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ടെക്നിക്കും ഉണ്ട്. ലേബർ ഇന്റൻസീവും ഉണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവും ഉണ്ട്. 2 രീതിയിലാണ് നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ 2 ടെക്നിക്കാ വരിക. ലേബർ ടെക്നിക്കും വരും, ക്യാപിറ്റൽ ടെക്നിക്കും വരും. അതേപോലെ തന്നെ ഫോർ whom ടു പ്രൊഡ്യൂസ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് ഈ 3 പോയിന്റുകളാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഏത്? സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ whom ടു പ്രൊഡ്യൂസ്. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇമ്പോർട്ടന്റ് ആണ്, അത്ര ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ അതിനെന്ത് പറയാം? പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ്. ഇവിടെ 2 പ്രോഡക്റ്റുകളെ തമ്മിൽ കോമ്പിനേഷൻ ചെയ്തുകൊണ്ട് അവയിൽ വരുന്ന ഓരോ 2 പ്രോഡക്റ്റിലും വരുന്ന മാറ്റമാണ് നമുക്ക് ഏതിലൂടെ കാണിച്ചു തരുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC കർവ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ the country has to choose between alternative combination of only 2 goods. 2 ഗുഡ്സുകളുടെ കോമ്പിനേഷൻ, 2 ഗുഡ്സുകളെ താരതമ്യം ചെയ്യാണ് ഏതിലൂടെ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഞാൻ ഇതിൽ ഒരുപാട് എഴുതിയിടുന്നില്ല,
നിങ്ങളെ കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് നിർബന്ധമായും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അത് നന്നായി വായിക്കണം. അതിൽ കുറച്ച് പോയിന്റുകൾ ഉണ്ടായിരിക്കും, അത് നന്നായി വായിക്കുക, ഈ ടേബിൾ മനസ്സിലാക്കുക, ഈ കർവ് വരച്ചിടുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കാനും അതേപോലെ തന്നെ അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഒരു 6 മാർക്കിൽ ഒരു 4 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ PPC കർവ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ട്രാൻസ്ഫോർമേഷൻ കർവ്. ഇവിടെ ഇത്ര ചെയ്യുന്നുള്ളൂ, 2 പ്രോഡക്റ്റുകളെ 2 ഗുഡ്സുകളെ തമ്മിൽ താരതമ്യം ചെയ്യുക. ഏതൊക്കെ ഗുഡ്സുകളെ ഇവിടെ താരതമ്യം ചെയ്യുന്നത് നോക്കാം. LED, അതിനാണ് L കൊടുത്തിരുന്നത്. കമ്പ്യൂട്ടർ മോണിറ്റർ M. അങ്ങനെ 2 ഗുഡ്സുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. The country has to choose between alternative combination of only 2 goods. 2 ഗുഡ്സുകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 2 ഗുഡ്സ് ആന്ന് പറഞ്ഞു. അപ്പോൾ എക്സാമ്പിൾ ആയി നമുക്ക് തന്നിട്ടുള്ളത് LED-യും അതേപോലെ തന്നെ മോണിറ്ററുമാണ്. LED-ക്ക് നമ്മൾ L എന്ന് കൊടുത്തു, അതേ മോണിറ്ററിന് നമ്മൾ M എന്ന് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കുക, 1 തൊട്ട് 7 വരെയാണ് കോമ്പിനേഷൻ പറയുന്നത്. 1 തൊട്ട് 7 വരെ LED അത് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? കമ്പ്യൂട്ടർ മോണിറ്റർ M ആണ്, പിന്നെ അതിന്റെ ടണ്ണ്. ഇത് രണ്ടും നിങ്ങൾ വെച്ചിട്ട് എക്സാമിന് ഇത് വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഈ 3 സെക്ഷൻ നിങ്ങൾ വെക്കണം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ചോദിച്ചു കഴിഞ്ഞാല് 2 പ്രോഡക്റ്റുകൾ, ഇതിപ്പോ LED അതേ കമ്പ്യൂട്ടർ മോണിറ്റർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 പ്രോഡക്റ്റ് വെക്കാട്ടോ. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് LED-യും കമ്പ്യൂട്ടർ മോണിറ്ററുമാണ്, ഏത് പ്രോഡക്റ്റും വെക്കാം. അതേപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻ 1 തൊട്ട് 7 വരെയും LED എത്രയാണ്? 30 യൂണിറ്റ്. കോമ്പിനേഷൻ 1 ആയിരിക്കുമ്പോൾ LED 30 യൂണിറ്റ് ആണ്. എന്നാൽ കോമ്പിനേഷൻ 2 ആയിരിക്കുമ്പോൾ LED 25 യൂണിറ്റ് ആണ്. കോമ്പിനേഷൻ 3 ആയിരിക്കുമ്പോൾ LED 20 യൂണിറ്റ് ആണ്, കുറഞ്ഞു വരിക. കോമ്പിനേഷൻ 4 ആയിരിക്കുമ്പോൾ LED 15 യൂണിറ്റ്. ആൻഡ് കോമ്പിനേഷൻ 5 ആയിരിക്കുമ്പോൾ LED 10 യൂണിറ്റ്. ആൻഡ് കോമ്പിനേഷൻ 6 ആയിരിക്കുമ്പോൾ LED 5 യൂണിറ്റ്. ആൻഡ് കോമ്പിനേഷൻ 7 ആയിരിക്കുമ്പോൾ LED 0 യൂണിറ്റ് ആണ്. എന്നാൽ അപ്പുറത്ത് നേരെ തിരിച്ചാണ്. കമ്പ്യൂട്ടർ മോണിറ്റർ ആവുമ്പോൾ ഒരു കോമ്പിനേഷൻ ആയിരിക്കുമ്പോൾ അതിന്റെ കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ ലെവല് എന്ന് പറയുന്നത് 0 ആണ്. എന്നാല് 2 ആയിരിക്കുമ്പോൾ 14, 3 ആയിരിക്കുമ്പോൾ 20, 4 ആയിരിക്കുമ്പോൾ 24, 5 ആയിരിക്കുമ്പോൾ 27, 6 ആയിരിക്കുമ്പോൾ 29 ആൻഡ് 7 ആയിരിക്കുമ്പോൾ 30. അപ്പൊ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. കോമ്പിനേഷൻ 1 തൊട്ട് 7 വരെയും ആദ്യത്തെ ഗുഡ് എങ്ങനെയാണ്? കുറഞ്ഞു വരും. രണ്ടാമത്തെ ഗുഡ് ആദ്യം കുറവും പിന്നെ കൂടിയും വരും. ഇതന്നെയാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. 2 പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ആ 2 പ്രോഡക്റ്റില് ഒന്ന് ആദ്യം കൂടിയിട്ടും പിന്നെ കുറഞ്ഞിട്ടും ആയിരിക്കും. ആദ്യം ഇൻക്രീസ് ചെയ്തും കൊണ്ടും പിന്നെ ഡിക്രീസ് ചെയ്തുകൊണ്ടായിരിക്കും. എന്നാൽ സെക്കൻഡ് ഗുഡ് ഇവിടെ മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറയുന്ന ഗുഡ് എങ്ങനെയാണ്? ആദ്യം കുറവും പിന്നെ കൂടിയും വരും. ഇവ തമ്മിലുള്ള കമ്പാരിസൺ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുക. ഇനി നമുക്ക് അതിന്റെ ഡയഗ്രമാറ്റിക്കൽ ആയിട്ട് നോക്കാം. ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് LED നോക്കാം. ഈ ഭാഗം LED, ഇവിടെ കമ്പ്യൂട്ടർ മോണിറ്റർ ആണ്. അവിടെ ശ്രദ്ധിക്കും മക്കളെ, LED 1 ആയിരിക്കുമ്പോൾ ഇവിടെയാണ് 1. അപ്പൊ LED 30 കണ്ടോ? അപ്പൊ LED ഇതാണ് LED-യുടെ കർവ്. ഇതും ഈ കർവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ കർവാണ് കേട്ടോ. ഇത് LED-ന്റെ കർവ് 30 to 30, 35 to 35 കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ കർവാണ്. അപ്പൊ ഇവിടെ 0, അതേപോലെ തന്നെ 0ക്ക് ശേഷം 1 ഉണ്ട്. ഇവിടെ 1, 2, 3, 4, 5, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നമ്പേഴ്സ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം അവിടെ 1 ഉണ്ട് എന്ന്
അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഏതാണ് നോക്കുന്നത്? LED നമ്പർ നോക്കൂ. 1 നിന്ന് 30യിലേക്ക് 1 to 30. ഇവിടെ 1 ഉണ്ട്, 30. പിന്നെ 2 ആയിരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി അടുത്തത് നോക്കൂ, 2 ആയിരിക്കുമ്പോൾ 25. കണ്ടോ ടീച്ചർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് 25. ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഉണ്ട്, തീർച്ചയായിട്ടും ഇവിടെ 2 ഉണ്ട്. 25. 3 ആയിരിക്കുമ്പോൾ 20. കണ്ടോ? 4 ആയിരിക്കുമ്പോൾ 50. കണ്ടോ? ആൻഡ് 5 ആയിരിക്കുമ്പോൾ 10. ഇതാ. ആൻഡ് പിന്നെന്താണ്? 6 ആയിരിക്കുമ്പോൾ എത്ര ലെവലിലേക്ക് എത്തും? 6 ആയിരിക്കുമ്പോൾ ഇവിടെ 5 ലെവലിലേക്ക് എത്തുന്നു. 7 ആയിരിക്കുമ്പോൾ ഇവിടെയാണ് 7 വരിക. 7 ആയിരിക്കുമ്പോൾ 0. കണ്ടോ? ഇവിടെ 0 ലെവലിലേക്ക് എത്തും. ഇതാണ് നമ്മളുടെ ഈ കോമ്പിനേഷൻ. 2 ഗുഡ്സുകളെ തമ്മിൽ കോമ്പിനേഷൻ നടത്തുകയാണ്. അതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ കോമ്പിനേഷൻ. അപ്പൊ ഫസ്റ്റത്തെ കോമ്പിനേഷനിൽ എങ്ങനെ വരിക? ആദ്യം വർദ്ധിച്ചുകൊണ്ടും പിന്നെ കുറഞ്ഞുകൊണ്ടും. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻക്രീസിങ് ആണ്. എന്നാല് പിന്നത്തെ സ്റ്റെപ്പുകളിലേക്ക് സെക്കൻഡ് തൊട്ടിട്ടുള്ള സ്റ്റെപ്പുകൾ എങ്ങനെയാണ്? ഡിക്രീസിങ് ആണ്. എന്നാൽ അടുത്ത കോമ്പിനേഷൻ ഏതാ? മോണിറ്റർ നോക്കാം. കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ കോമ്പിനേഷൻ ആദ്യം എങ്ങനെ? കുറവും പിന്നെ എങ്ങനെ? വർദ്ധിച്ചും കൊണ്ടാണ്. ആദ്യം എങ്ങനെയായിരുന്നു? 0 എത്രയുള്ളൂ? ഇവിടെ 1 0 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് 0 കണ്ടോ? 1 0 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2 ഇവിടെ 2 ഇത് വർദ്ധിക്കുന്നുണ്ട്. 14 ഇവിടെ വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ 14 വർദ്ധിക്കും. ഇത്രക്കെത്തില്ല. ഇവിടെ ഒരു 14 വർദ്ധിച്ചു വരും. പിന്നെ എത്രയായിട്ടാ 3 ഇവിടെ 3 എത്രയായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്? 20 വർദ്ധിച്ചു വരും. കണ്ടോ? ഇവിടേക്ക് എത്തും. 20 വർദ്ധിച്ചു വരും. 4 ആയിരിക്കുമ്പോൾ 24 വർദ്ധിച്ചു വരും. ഇത്ര. അപ്പൊ ഇവിടെ ഒരു 4 ഇത്ര വർദ്ധിച്ചു വരും. 5 ആയിരിക്കുമ്പോൾ 27 അല്ലെ? 5 ആയിരിക്കുമ്പോൾ 5 ആയിരിക്കുമ്പോൾ 27 വർദ്ധിക്കും. കണ്ടോ? ഇത്ര മടങ്ങ് വർദ്ധിക്കും. ഇത്ര മടങ്ങ്. അതേപോലെ തന്നെ 6 ആയിരിക്കുമ്പോൾ 29 മടങ്ങ് വർദ്ധിക്കും. 6 ആയിരിക്കുമ്പോൾ 6 പറയുന്നത് 6 പറയുന്നത് ഇവിടെയാണ്. അപ്പൊ എത്ര മടങ്ങാ? ഇവിടെ 29 മടങ്ങ് വർദ്ധിക്കും. 7 ആയിരിക്കുമ്പോൾ ഇവിടെ ആയിരിക്കും 7 വരിക. 7 ആയിരിക്കുമ്പോൾ 35 മടങ്ങ്. ഇതാ ഇവിടെ ആയിരിക്കും 7 വരിക. 35 മടങ്ങാണ് വർദ്ധിക്കുന്നത്. അപ്പൊ 2 ഗുഡ്സുകളെ തമ്മിൽ കോമ്പിനേഷൻ ചെയ്യുന്ന പ്രക്രിയയാണ് ഏത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. അപ്പൊ കുട്ടികളെ, ഇതൊരു എക്സാം ഓറിയന്റഡ് ക്ലാസ് ആണ്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. അതിൽ ഫസ്റ്റ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി പറഞ്ഞു. അതേപോലെ അടുത്തതായി പറയുന്നത് ഏതാണ്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. നിങ്ങൾക്ക് ഈ ടേബിളും ആ കർവും എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റ് ടോപ്പിക്കുകളൊക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക് ഇക്വിലിബ്രിയം. എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാല്? ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. ഇതാണ് ഏത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ എഴുതാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ വരച്ചിട്ടാൽ തന്നെ നിങ്ങൾക്കുള്ള മാർക്കായി. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിമാൻഡും സപ്ലൈയും പ്രൈസും ക്വാണ്ടിറ്റിയും. ഇവിടെ പ്രൈസ് വരും, ഇവിടെ ക്വാണ്ടിറ്റി വരും, ഇത് സപ്ലൈ വരും, ഇവിടെ ഡിമാൻഡ് വരും. ഇതൊക്കെ ഈക്വൽ ആകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്ന മറ്റൊരു ടോപ്പിക് പോസിറ്റീവ് എക്കണോമിക്സ്. ഞാൻ ഷോർട്ടായി എഴുതിയിട്ടേ ഉള്ളൂ. നിങ്ങൾ അത് നന്നായി ആ ടെസ്റ്റിലുള്ള പോലെ തന്നെ പഠിക്കണം. എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ് പറഞ്ഞാല്? എക്കണോമിക് ലോ ആൻഡ് റിയാലിറ്റി. സാമ്പത്തിക നിയമങ്ങളും യാഥാർത്ഥ്യവുമാണ് ഏത്? പോസിറ്റീവ് എക്കണോമിക്സ്. അതേപോലെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് നോർമേറ്റീവ് എക്കണോമിക്സ്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോണമി ഈസ് നെവർ പെർഫെക്റ്റ്. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കോണമി ഒരിക്കലും എന്തല്ല? പെർഫെക്റ്റ് അല്ല. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കോണമി ഒരിക്കലും എന്തായിരിക്കില്ല? പെർഫെക്റ്റ് അല്ല.
ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്ന ഒരു എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ് ഏത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോസ് ഏതിൽ നിന്ന് എടുത്ത വേർഡാ? മിക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മൈക്രോസ് എടുത്തിട്ടുള്ളത്. മിക്രോസ്. മാക്രോസ് എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് എടുത്തിട്ടുള്ളത്. മൈക്രോസ് എന്ന മൈക്രോ എക്കണോമിക്സ് മൈക്രോസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മാക്രോ എക്കണോമിക്സ് മാക്രോസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. മൈക്രോ എക്കണോമി എന്ന ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്, ഒരു സ്മാൾ പാർട്ട് ഓഫ് ദ എക്കോണമിയാണ്. എക്കോണമിയുടെ ഒരു സ്മാൾ ഭാഗം, ഒരു ചെറിയ ഭാഗം മാത്രം വിശകലനം ചെയ്യുന്ന എക്കണോമിക്സ് ആണ് ഏത് മൈക്രോ എക്കണോമിക്സ്. എന്നാൽ മാക്രോയിൽ നിന്നാണ് മാക്രോ എക്കണോമിക്സ് എടുത്തിട്ടുള്ളത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഗ്രിഗേറ്റ് ഓഫ് ദ എക്കോണമി, എക്കോണമിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതാണ് ഏത് മാക്രോ എക്കണോമിക്സ്. നാഷണൽ ഇൻകം, ദേശീയ വരുമാനം, അൺഎംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ സാമ്പത്തികപരമായി വരുന്ന ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, അങ്ങനെ സാമ്പത്തിക മേഖലയിൽ മൊത്തത്തിൽ വരുന്ന പ്രശ്നങ്ങളെയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു ഘടകമാണ് ഏത് മാക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് എക്സാമിന് ചോദിക്കുന്ന ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതെന്ന് മൈക്രോ എടുത്തിട്ടുള്ളത് മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ്. മൈക്രോ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽ പാർട്ട് ഓഫ് ദ എക്കോണമി, ഓരോ വ്യക്തിയുടെ കാര്യങ്ങളാണ് അവിടെ വിശകലനം ചെയ്യുക. മാക്രോ എക്കണോമിക്സ് എടുത്തിട്ടുള്ളത് മാക്രോസിൽ നിന്നാണ്. അത് അഗ്രഗേറ്റ് ഓഫ് ദ എക്കോണമി, എക്കോണമിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കോണമിയെ നമുക്കൊരു ട്രീ ആയിട്ട് പറയാം, എന്നാൽ മാക്രോ എക്കോണമിയെ നമുക്കൊരു ഫോറസ്റ്റ് ആയിട്ടും പറയാം. മൈക്രോ എക്കോണമി ഒരു ട്രീ ആണെങ്കിൽ മാക്രോ എക്കോണമി ഒരു ഫോറസ്റ്റ് ആണ് എന്ന് പറയും. അപ്പൊ അവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഏത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാവുന്ന ഒരു എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആണ് സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. സ്റ്റോക്കും ഫ്ലോയും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് ടൈം, ഒരു പോയിന്റ് ഓഫ് ടൈമിൽ സംഭവിക്കുന്നതാണ് സ്റ്റോക്ക്. എന്നാൽ ഫ്ലോക്ക് എന്തില്ല, ഒഴുക്കിന് എന്തില്ല, പീരിയഡ് ഓഫ്, അതൊരു പീരിയഡിൽ സംഭവിക്കുന്നതാണ്. സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും, ഫ്ലോ എന്ന് പറയുമ്പോൾ പീരിയഡ് ഓഫ് ടൈം ആയിരിക്കും. അതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ ഉണ്ടായിരിക്കും, അത് വളരെ കൃത്യമായിട്ട് പഠിക്കുക. ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കുന്നത്. ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കുക പറഞ്ഞ? ഒന്നാമത്തെ ടോപ്പിക്ക് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി, രണ്ടാമത്തെ ടോപ്പിക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, മൂന്നാമത്തെ ടോപ്പിക്ക് ഇക്വിലിബ്രിയം, പോസിറ്റീവ് എക്കണോമിക്സ്, നോർമേറ്റീവ് എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഡിഫറൻഷിയേഷൻ, സ്റ്റോക്ക് ആൻഡ് ഫ്ലോ. ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും എക്സാമിന് വരാവുന്നതായിട്ടുള്ളത്. ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ഡ്രീം എക്സാം ഓറിയന്റഡ് ക്ലാസ്. നമ്മൾ ചാപ്റ്റർ 1 എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് കടക്കാം. അതായത് ബ്ലോക്ക് 1 ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ടോപ്പിക്കുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് ചാപ്റ്റർ 2 യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. നമ്മൾക്കറിയാം എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ പ്രധാന ഘടകങ്ങളാണ് ആരൊക്കെ? ഡിമാൻഡും സപ്ലൈയും. ഡിമാൻഡും സപ്ലൈയും ഇല്ലാത്ത ഒരു ഭാഗവും എക്കണോമിക്സിൽ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് എന്ന ഈ ചാപ്റ്റർ വളരെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ടോപ്പിക്കുകളാണ് അതിലുള്ളത്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ നമ്മൾക്ക് ഫസ്റ്റ് ടോപ്പിക് നോക്കാം. യൂണിറ്റ് 2 ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ബൈ എ കൺസ്യൂമർ.
ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡിനെ ഡിറ്റർമൈൻസ് ചെയ്യുന്നത് എങ്ങനെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾക്ക് ഈ ഡിമാൻഡ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലൂടെയാണ് നമ്മൾ ആ ടോപ്പിക്ക് കടന്നു പോകുന്നത്. കാരണം dx ഈക്വൽ ഫങ്ഷൻ ഓഫ് px py pz mt. ഡിമാൻഡ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നു? ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷൻ ഡിമാൻഡിനെ എങ്ങനെയാണ് തീരുമാനിക്കുക, ഡിറ്റർമൈൻ ചെയ്യുക? df ഈക്വൽ ഫങ്ഷൻ ഓഫ് px py pz m ആൻഡ് t. അപ്പൊ നമുക്ക് ഇത് ഓരോന്നും എന്താ നോക്കാം. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളാണ് ഇവ. px-ഉം py-യും pz-ഉം m-ഉം t-യും ഒക്കെ നമ്മുടെ ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളാണ്. dx എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിയെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? dx. അപ്പൊ dx എന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് കമ്മോഡിറ്റി. dx ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എക്സ് കമ്മോഡിറ്റി. px എന്ന് പറഞ്ഞാൽ എന്താണ്? px ഈസ് ദ പ്രൈസ് ഓഫ് എക്സ് കമ്മോഡിറ്റി. px എന്ന് പറഞ്ഞ പ്രൈസ് ആണ്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ആണ്. dx എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെ py. എന്താണ് py? py ഈസ് ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കമ്മോഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ പകരം വെക്കുക. ഒന്നിന് പകരം മറ്റൊന്നിന്റെ പ്രൈസ് ആണ് ഏത്? py. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുക? സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ py എന്ന് പറഞ്ഞാൽ എന്താണ്? py is the price of substitution commodity. And pz. pz എന്താണ്? pz price of complementary goods. അതായത് കോംപ്ലിമെന്ററി ഗുഡ്സുകളുടെ പ്രൈസ് ആണ് ഏത്? pz. py എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡുകളുടെ പ്രൈസും pz എന്താണ്? കോംപ്ലിമെന്ററി ഗുഡ്സുകളുടെ പ്രൈസുമാണ്. ആൻഡ് m എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ആണ്. ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ എഴുതിയിട്ടില്ല എന്താണ് ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ്. ഇത്രയും ചേരുമ്പോഴാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. അപ്പോ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ബൈ എ കൺസ്യൂമർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 മാർക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കും. അതേപോലെ അത് ഓരോ സ്റ്റെപ്പ് എന്താന്ന് എഴുതുക. ഇനി നമ്മൾക്ക് അതേപോലെ നമ്മൾ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നോക്കിക്കോളൂ. എന്തൊക്കെയാണ് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, സൈസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻകം, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, ടേസ്റ്റ് ഓഫ് കൺസ്യൂമർ. ഒരു ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റ് പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്. സൈസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് ഇൻകം, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി, ടേസ്റ്റ് ഓഫ് കൺസ്യൂമർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടി വേണ്ട കാര്യങ്ങളായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾക്ക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുക? ഒരു ഡിമാൻഡ് കർവ് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഡിമാൻഡ് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ഡിമാൻഡ് എന്താണെന്ന് അറിയാം. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി വില്ലിങ്നെസ് ടു പേ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വാങ്ങാനുള്ള കഴിവിനെയാണ് വില്ലിങ്നെസ് ടു പേ. വില്ലിങ്നെസ് ടു പേ പറഞ്ഞാൽ എന്താ? പേ ചെയ്തിട്ട് വാങ്ങാനുള്ള കഴിവാണ് ഡിമാൻഡ്. ഡിമാൻഡ് ഈസ് ദ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി വില്ലിങ്നെസ് ടു പേ. ഒരു വ്യക്തിക്ക് പേ ചെയ്തുകൊണ്ട് ഗുഡ്സ് വാങ്ങാനുള്ള കഴിവാണ്, വില്ലിംഗ് ആണ് ഏത്? ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു. പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് എന്ത് ചെയ്യപ്പെടും? ഡിക്രീസ് ആവുന്നു.
പ്രൈസ് ഡിക്രീസ് ചെയ്യപ്പെടുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതാണ് ഡിമാൻഡ് കർവ് ഇതേപോലെ ലെഫ്റ്റ് നിന്നും റൈറ്റിലേക്ക് സ്ലോപ്പ് ഡൗൺവേർഡ് ആയിട്ട് മാറുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ പ്രൈസ് എത്രയായിരുന്നു? 5 ആണ്. അപ്പോ പ്രൈസ് 5 ആയിരുന്നു. അപ്പൊ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇപ്പുറത്തേക്ക് കുറഞ്ഞു വന്നു. പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടി. പ്രൈസ് 3 ആയപ്പോ വീണ്ടും ക്വാണ്ടിറ്റി കൂടി. പ്രൈസ് 2 ആയപ്പോ വീണ്ടും ക്വാണ്ടിറ്റി കൂടി. പ്രൈസ് 1 ആയപ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി കൂടി. അപ്പൊ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഏത് കർവിലൂടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുക? ദ ഡിമാൻഡ് കർവ്. ദ ഡിമാൻഡ് കർവ്. അപ്പൊ നമുക്ക് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ബൈ എ കൺസ്യൂമർ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അതില് ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വൈ ഡസ് എ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവാർഡ്. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺ, താഴേക്ക് പോരുന്നത്? എന്താണ് അതിന്റെ കാരണം? ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവാർഡ് ആവാനുള്ള കാരണം എന്താണ്? പ്രധാനമായും 3 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ്. വൈ ഡോസ് എ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവാർഡ്? ഇത് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയൽ ഈ ടോപ്പിക് കാണും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും പ്രൈസ് ഇഫക്റ്റും അതെന്താ എന്ന് ടീച്ചർ ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞു തരാം. നിങ്ങളത് നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്നും നന്നായി നോക്കി മനസ്സിലാക്കണം. കാരണം എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്. വൈ ഡസ് എ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവാർഡ്? ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് താഴോട്ട് പോരുന്നത്? അത് പോരാനുള്ള കാരണം 3 ഇഫക്റ്റുകളാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇൻകം ഇഫക്റ്റ്, പ്രൈസ് ഇഫക്റ്റ്. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്? എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പറഞ്ഞാല്? നമ്മൾക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പറഞ്ഞാൽ പകരം വെക്കാണ്. ഇപ്പോ ടീയുടെ പ്രൈസ് വർദ്ധിച്ചു, ചായപ്പൊടിയുടെ പ്രൈസ് വർദ്ധിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? കോഫിയുടെ ഡിമാൻഡ് വർദ്ധിച്ചു. നേരെ തിരിച്ചാ സംഭവിക്കുക. അതായത് അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗുഡിന്റെ പ്രൈസ് വർദ്ധിച്ചപ്പോൾ മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന ഇഫക്റ്റ് ആണ് ഏത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഇൻക്രീസസ് ഓഫ് വൺ ഗുഡ്. ഒരു ഗുഡിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് ഇൻക്രീസസ് ഓഫ് അനദർ ഗുഡ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തത് ഏതിന്റെയാണ്? അനദർ ഗുഡിന്റെയാണ്. അതായത് ടീയുടെ വില വർദ്ധിച്ചപ്പോൾ കോഫിക്കാണ് ഡിമാൻഡ് കൂടിയത്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് ടീ വേണ്ട, അതിന് പകരം ഏത് ഉപയോഗിച്ചാൽ മതി? കോഫി ഉപയോഗിച്ചാൽ മതി. അപ്പോ ഒരു ഗുഡ്സിന്റെ വില വർദ്ധിക്കുമ്പോൾ നമ്മളിപ്പോ അതേപോലെ ഇപ്പൊ നമ്മള് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ചെലവാണെങ്കിൽ നമുക്ക് കാർ വേണ്ട, ഏത് ഉപയോഗിച്ചാൽ മതി? ബസ് മതി. അപ്പൊ ഒരു ഗുഡിന്റെ പ്രൈസ് വർദ്ധിക്കുമ്പോൾ അതിനെ എഫക്ട് ചെയ്യുക ഏതിനായിരിക്കും? മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡ് വർദ്ധിക്കുന്ന ഇഫക്റ്റ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഏതൊരു ഗുഡിന്റെ പ്രൈസ് ആണോ വർദ്ധിച്ചത് അതിനല്ല മാറ്റം സംഭവിക്കുക. അതിന്റെ ഡിമാൻഡിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതിന്റെ ഡിമാൻഡിനാണ് വർധനവ് ഉണ്ടാവുക? മറ്റൊരു ഗുഡിന്റെ ഡിമാൻഡിൽ വർധനവുണ്ടാകുന്ന ഇഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻകം ഇഫക്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ ഇൻകം ഇഫക്റ്റ്? എന്താണ് ഇൻകം ഇഫക്റ്റ്? ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ കേസില് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒരു നോർമൽ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രൈസ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് നമ്മൾ നോർമൽ കേസിൽ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇൻകം ഇഫക്റ്റിൽ എങ്ങനെയാണ്? വരുമാനം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ശരിയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കയ്യില് വരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിലും ഡിമാൻഡും തോന്നുള്ളൂ. പണം കയ്യിലില്ലെങ്കിൽ നമുക്ക് ഒന്നും വാങ്ങാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇൻകം ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ഇൻക്രീസസ് ബട്ട് ഡിമാൻഡ് ഇൻക്രീസസ്.
ഇൻകം ഡിക്രീസസ് ബട്ട് ഡിമാൻഡ് ഡിക്രീസസ്. ഇൻകം വർദ്ധിച്ചോ ഡിമാൻഡ് വർദ്ധിച്ചു, ഇൻകം കുറഞ്ഞോ ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ടാണ് അതിനെ ഇൻകം ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ പ്രൈസ് ഇഫക്റ്റ്. എന്താണ് ഈ പ്രൈസ് ഇഫക്റ്റ് പറഞ്ഞത്? എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഇൻകം ഇഫക്റ്റും ആഡ് ചെയ്യുന്നതാണ് ഏത്? പ്രൈസ് ഇഫക്റ്റ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്താകാനുള്ള കാരണം? ഫ്ലോപ്പ് ഡൗൺവാർഡ്. മനസ്സിലായോ? അപ്പൊ ഈ ചാപ്റ്ററിലെ ഈ യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് ടീച്ചർ എടുത്തു തന്നത്. വൈ ഡസ് എ ഡിമാൻഡ് കർവ് ഫ്ലോപ്പ് ഡൗൺവാർഡ്. ഇനി നമ്മൾക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഗിഫൻ ഗുഡ്. ഗിഫൻ ഗുഡ് എന്താണ്? ഗിഫൻ ഗുഡ് റോബർട്ട് ഗിഫൻ എന്ന ഒരു എക്കണോമിസ്റ്റ് ആണ് ഏത് ഗുഡ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഗിഫൻ ഗുഡ്. അതുകൊണ്ടാണ് റോബർട്ട് ഗിഫൻ എന്ന എക്കണോമിസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത തിയറി ആയതുകൊണ്ടാണ് ഇതിനെ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗിഫൻ ഗുഡ് എന്ന് അറിയപ്പെടുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ഗിഫൻ ഗുഡ്? ഗിഫൻ ഗുഡ് എന്ന് പറയുമ്പോൾ ഹിയർ എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറഞ്ഞപ്പോഴും does not lead to a rise in its demand. പക്ഷേ ഡിമാൻഡിന് അവിടെ ഒരു മാറ്റവുമില്ല. It may result in fall in demand for this commodity. അതായത് റോബർട്ട് ഗിഫൻ പറയാണ്, സാധാരണ കേസില് പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നാണ് നമ്മൾ ഒരു നോർമൽ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഗിഫൻ ഗുഡിൽ അതല്ല. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ റോബർട്ട് ഗിഫൻ പറയാണ്, ഹിയർ എ ഫാൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി. പ്രൈസ് കുറഞ്ഞപ്പോൾ ഡസ് നോട്ട് ലീഡ്സ് ടു എ റൈസ് ഇൻ ദ ഡിമാൻഡ്. ഡിമാൻഡ് വർദ്ധിക്കും. സാധാരണ കേസിൽ മക്കളെ നമുക്കറിയാം പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഗിഫൻ ഗുഡിന്റെ കേസിൽ അങ്ങനെയല്ല. പ്രൈസ് കുറഞ്ഞപ്പോഴും ഡിമാൻഡ് കൂടിയില്ല, മാത്രമല്ല ഡിമാൻഡ് കുറയുക ചെയ്തേ. അപ്പൊ അത് ഏത് ഐറ്റം ആയിരിക്കും? ലക്ഷറി ഗുഡ്സ്. ലക്ഷറി ഗുഡ് ആഡംബര കാറുകള്, ആഡംബര വസ്ത്രങ്ങള്, ആഡംബരത്തിനുള്ള ആഭരണങ്ങള്, അത്തരം വസ്തുക്കളുടെ വില കുറയുമ്പോൾ ഡിമാൻഡ് കുറയുക. അവയുടെ വില കൂടണം. വില കൂടുമ്പോൾ മാത്രമേ അതിന്റെ ഡിമാൻഡ് കൂടൂ. ഇത്തരത്തിലുള്ള ഗുഡുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഗിഫൻ ഗുഡ്. ഇപ്പൊ എന്താണ് ഗിഫൻ ഗുഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് എപ്പോഴും ഗിഫൻ ഗുഡിന്റെ കാര്യത്തിൽ മാത്രമേ കേട്ടോ ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നോർമൽ കേസിൽ നമുക്കറിയാം, നോർമൽ കേസിൽ ഡിമാൻഡ് കർവ് ഓർത്താൽ മതി. നോർമൽ കേസിൽ നിങ്ങൾ ഡിമാൻഡ് കർവ് ഓർക്കേണ്ട. പ്രൈസ് ഡിക്രീസ് ചെയ്താൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ ഗിഫൻ ഗുഡിന്റെ കേസിൽ അങ്ങനെയാണോ? അല്ല. ഗിഫൻ ഗുഡിന്റെ കേസിൽ എങ്ങനെയാണ്? പ്രൈസ് കുറഞ്ഞപ്പോ ഡിമാൻഡ് കുറയുക ചെയ്തേ. പ്രൈസ് കൂടുമ്പോഴേ ഗിഫൻ ഗുഡിന്റെ കേസിൽ എന്ത് വർദ്ധിക്കുള്ളൂ? ഡിമാൻഡ് വർദ്ധിക്കുകയുള്ളൂ. അപ്പൊ അതും ഇതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റു ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഡിമാൻഡ്. ഡിമാൻഡ് വർദ്ധിക്കുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുന്ന അവസ്ഥ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സപ്ലൈ. സപ്ലൈയുടെ കൺസെപ്റ്റ് എന്താണ്? കൺസെപ്റ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സപ്ലൈയുടെ കേസിൽ എപ്പോഴും പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴേ സപ്ലൈ ഇൻക്രീസ് ചെയ്യുള്ളൂ. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യും. അത്ര ഓർത്ത് വെച്ചാൽ മതി. ഡിമാൻഡിന്റെ കേസിൽ എങ്ങനെ? നോർമൽ കേസിൽ ഡിമാൻഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതാണ് ഡിമാൻഡിന്റെ കേസിൽ നോർമൽ ആയിട്ട്. പക്ഷെ ഗിഫൻ ഗുഡ് ആയിരിക്കുമ്പോൾ അങ്ങനെയല്ല. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡും ഡിക്രീസ് ചെയ്യും. അതാണ് ഗിഫൻ ഗുഡിന്റെ കേസിൽ. സപ്ലൈ എങ്ങനെയാണ്? സപ്ലൈയുടെ കേസിൽ നോക്കുമ്പോൾ എങ്ങനെ? പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യും, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഡിക്രീസ് ചെയ്യും. അതാണ് ഏത്? കൺസെപ്റ്റ് ഓഫ് സപ്ലൈ. ഇനി നമ്മൾക്ക് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതൊക്കെ നിങ്ങളെ കയ്യിലുള്ള സ്റ്റഡി മെറ്റീരിയലിൽ വിശദീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കി വെക്കണം. സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാന ഫാക്ടേഴ്സ് ആണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി സപ്ലൈഡ്.
പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി സപ്ലൈഡ്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ്. ദ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, ഓർഗനൈസേഷൻ. ഈ 4 ഘടകങ്ങളെയാണ് എന്ത് പറയുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പൊ ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ പ്രൈസ് ഏത് തീരുമാനിക്കാൻ കാരണമാകുന്നു? സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ സപ്ലൈ ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്താണ്? പ്രൈസ് ഓഫ് അതർ ഗുഡ്സ്, മറ്റു ഗുഡ്സുകളുടെ പ്രൈസ്. പിന്നെ ഏതാണ്? നെക്സ്റ്റ് പോയിന്റ്, ദ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യ. ഗോൾ ഓഫ് പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസറുടെ ലക്ഷ്യം. ഇതൊക്കെയാണ് സപ്ലൈയെ ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ. അതുകൊണ്ട് നമുക്ക് അതിന്റെ സപ്ലൈ ഷെഡ്യൂൾ നോക്കാം. സപ്ലൈ ഷെഡ്യൂളും സപ്ലൈ കർവും. എപ്പോഴും സപ്ലൈ കർവ് ഡയറക്റ്റ് ആയിട്ടായിരിക്കും കർവ് പോകുക. അവിടെ നോക്കൂ, പ്രൈസ് 2 ആയപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 25. പ്രൈസ് 3 ആയപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 40. പ്രൈസ് 4 ആയപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 50. പ്രൈസ് 5 ആയപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 60. ആൻഡ് പ്രൈസ് 6 ആയപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 17. അതുകൊണ്ട് തന്നെ അതിന്റെ അപ്പ്, മറ്റേത് ഡിമാൻഡ് ആയിരുന്നപ്പോൾ ഫ്ലോപ്പ് ഡൗൺവാർഡ് ആയിരുന്നെങ്കിൽ ഇവിടെ ഫ്ലോപ്പ് അപ്വാർഡ് ആണ്, മുകളിലേക്കാണ്. കാരണം മുകളിലേക്ക് പോവാൻ കാരണം ഇവിടെ നോക്കൂ, പ്രൈസ് 2 ആയിരുന്ന സമയത്ത് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്നത് 25 നിൽക്കുന്നത്. കണ്ടോ, ഇവിടെ 25 നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ സപ്ലൈ കർവ് അപ്വാർഡ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഓർത്ത് വെക്കുക. ഡിമാൻഡ് കർവ് ഡൗൺവാർഡ് ആണെങ്കിൽ സപ്ലൈ കർവ് എപ്പോഴും അപ്വാർഡ് ആയിരിക്കാനുള്ള കാരണം ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇനി നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ദ ഐഡിയ ഓഫ് ഇലാസ്റ്റിസിറ്റി, ഇലാസ്തികത, ഇലാസ്തികതയുടെ ഐഡിയ, ആശയം. എന്താണ് ഇലാസ്റ്റിസിറ്റി? റെസ്പോൺസീവ്നെസ് ചേഞ്ചസ് ഓഫ് ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ക്വാണ്ടിറ്റി ഡിമാൻഡിനും ക്വാണ്ടിറ്റി സപ്ലൈക്കും വരുന്ന ചേഞ്ചുകളാണ് ഇലാസ്റ്റിസിറ്റി എന്നറിയപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ നമുക്കൊരു ഇക്വേഷനിലൂടെയാണ് പറഞ്ഞു തരുന്നത്. ഇലാസ്റ്റിസിറ്റിയെ EXY എന്നാ പറയാ. ഇലാസ്റ്റിസിറ്റിയെ EXY. EXY ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ X, പെർസെന്റേജ് ചേഞ്ച് ഇൻ Y. അപ്പോ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സും, എക്സ് എന്ന് പറയുന്നത് ഏത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. ഈ ഭാഗത്തിനാണ് എക്സ് എന്ന് പറയാ. ഇപ്പൊ ഈ സപ്ലൈയുടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഈ താഴെ ഭാഗമാണ് എക്സ്, മുകൾ ഭാഗമാണ് വൈ. അപ്പോ ഈ കർവിന്റെ താഴെ ഭാഗത്ത് വരുന്ന പെർസെന്റേജ് ചേഞ്ച് ആണ് എക്സും, ഈ കർവിന്റെ മുകൾ ഭാഗത്ത് വരുന്ന പെർസെന്റേജ് ചേഞ്ച് ആണ് വൈയും. അപ്പോ ഇലാസ്റ്റിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്തു വെക്കേണ്ടുള്ളൂ? പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വൈ. എക്സ് എന്ന് പറഞ്ഞാല് എന്താണ്? ഹൊറിസോണ്ടൽ ആക്സിസിനെയാണ് എക്സ് എന്ന് പറയാ. വൈ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആക്സിസ് ആണ്. അപ്പോ ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഭാഗമാണ് എക്സ്. ഇതിന്റെ ശതമാനത്തിലെ മാറ്റവും ഇതിന്റെ ശതമാനത്തിലെ മാറ്റവുമാണ് ഏത്? ഐഡിയ ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പോ ഐഡിയ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ EXY ഈക്വൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ എക്സ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ വൈ. EXY ഈക്വൽ, അതുകൊണ്ട് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്? ഈ ചേഞ്ച് എന്നതിന് ഉദ്ദേശിക്കാനാണ് എന്തുപയോഗിക്കുന്നത്? ഡെൽറ്റ ഉപയോഗിക്കുന്നത്. ചേഞ്ചിനെ ഉപയോഗിക്കാനാണ് എപ്പോഴും എന്തുപയോഗിക്കുക? ഡെൽറ്റ ഉപയോഗിക്കുക. അപ്പൊ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. വെറും എക്സ് എന്ന് പറഞ്ഞാൽ നോർമൽ കേസിലുള്ള എക്സ്. ഡെൽറ്റ എക്സ് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് സംഭവിക്കുന്ന എക്സ്. ഇതാണ് ഹൊറിസോണ്ടൽ, ഇതാണ് എക്സ്, ഈ ഭാഗമാണ് വൈ. അപ്പൊ ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് സംഭവിക്കുന്ന എക്സ്. വെറും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് സംഭവിക്കാത്ത എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ, വെർട്ടിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന വൈ ഡിവൈഡഡ് ബൈ വൈ.
നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡെൽറ്റ ക്യൂ എക്സ്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി ആണ് ഈ ഭാഗം, അതുകൊണ്ട് ഡെൽറ്റ ക്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് സംഭവിക്കുന്ന ക്വാണ്ടിറ്റി. ചേഞ്ച് സംഭവിക്കുന്ന ക്വാണ്ടിറ്റി എക്സ് ഡിവൈഡഡ് ബൈ വെറും ക്യൂ എക്സ്. അതേപോലെ തന്നെ ഡെൽറ്റ പി വൈ വെറും പി വൈ. അപ്പോ സാധാരണ കേസിൽ നിങ്ങൾ മക്കളെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഐഡിയ ഓഫ് ഇലാസ്റ്റിസിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പാണ് എഴുതേണ്ടത്. അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്ര വെച്ചാൽ മതി. ഡെൽറ്റ ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ എക്സ്, ഡെൽറ്റ പി വൈ ഡിവൈഡഡ് ബൈ പി വൈ. ക്യൂ എക്സ് എന്ന് പറയുന്നത് ഈ ഭാഗം, ക്യൂ എക്സ് എന്ന് പറയുന്നത് ഒരു ഡയഗ്രത്തിന്റെ താഴെ ഭാഗത്തിനെയാണ് ക്യൂ എക്സ്. അതേപോലെ തന്നെ പി വൈ വൈ എന്ന് പറയുന്നത് മേലെ ഭാഗത്തിന് വെർട്ടിക്കല്. അതുകൊണ്ട് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഉദ്ദേശിക്കാനാണ് ഡെൽറ്റ ഉപയോഗിക്കുന്നത്. അപ്പൊ ചേഞ്ചിങ് ക്വാണ്ടിറ്റി എക്സ് ഡിവൈഡഡ് ബൈ വെറും ക്വാണ്ടിറ്റി നോർമൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് വെർട്ടിക്കൽ പി വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇല്ലാത്ത പി വൈ, അതാണ് വെറും പി വൈ. അതാണ് ഏത് യഥാർത്ഥത്തിലുള്ള ഇലാസ്റ്റിസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്ര പഠിച്ചു വെച്ചാൽ മതി. ഡെൽറ്റ ക്യൂ എഫ് ഡിവൈഡഡ് ബൈ ക്യൂ എഫ് ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി വൈ ഡിവൈഡഡ് ബൈ പി വൈ. അതേപോലെ തന്നെ ഇനി അതിൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാ? ഡെൽറ്റ ക്യൂ എക്സ് ഡിവൈഡഡ് ബൈ ക്യൂ എക്സ്. ഇവിടെ ഡെൽറ്റ, ഇവിടെ പി ആണ് നമ്മള് പ്രൈസാ കൊടുത്തെങ്കിൽ ഇവിടെ ഇങ്കാ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താ പറയാ? ഇത് മാറ്റിയിട്ട് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ എം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. അതാണ് ഏത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും ഉണ്ട്. അല്ലെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ എന്ന് നോക്കാം. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും, പക്ഷേ അതിങ്ങനെ പോയിന്റ് ആയിട്ട് അങ്ങനെ പറയണില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ നന്നായിട്ട് അതൊന്ന് എഴുതിയെടുക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി ഈ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 5 എണ്ണാണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഡിമാൻഡ്. ഇപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെച്ചാൽ 5 പ്രോസസ് ആണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ഇലാസ്തികപരമായ ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ഇലാസ്തികമല്ലാത്ത ഡിമാൻഡ്. ഇത് വെറും ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇത് ഇലാസ്തികമല്ലാത്ത ഡിമാൻഡ്, യൂണിറ്ററി ഡിമാൻഡ്. അപ്പൊ ഇതിൽ ഓരോന്നും ടീച്ചർ 5 എണ്ണം എഴുതിയിട്ടിട്ടുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് എക്സാമിന് എപ്പോഴും കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ 5 എണ്ണാണുള്ളത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്ററി ഡിമാൻഡ്. അതിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ്, അവിടെ ഡിമാൻഡ് ആണ് മാറിക്കോളും. പ്രൈസിന് ചെറിയ മാറ്റേ ഉള്ളൂ, പക്ഷെ മുകളിലേക്കും പോണില്ല താഴേക്കും പോണില്ല. ഡിമാൻഡ് ഇങ്ങനെ അനന്തമാണ്, ഡിമാൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈക്വൽ ടു ആൽഫ. അതുകൊണ്ട് അതിനെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നു. എന്നാൽ സെക്കൻഡ് പോയിന്റിലേക്ക് കടക്കുമ്പോൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ പ്രൈസിന് മാറ്റമുണ്ട്, പക്ഷെ ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അവിടെ ഫിക്സഡ് ആണ്. അതുകൊണ്ട് ഡിമാൻഡിന് വലിയ മാറ്റമൊന്നുമില്ല, മാറിക്കൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് ഈക്വൽ ടു 0. ആൻഡ് തേർഡ് പോയിന്റ് ആണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം പ്രൈസ് പി ആയിരുന്നു, പിന്നെ പ്രൈസ് P1 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിട്ട് കൂടി. പ്രൈസ് ആയിരുന്നു, ആ പ്രൈസ് P1 ആയി കുറഞ്ഞു. പ്രൈസ് P ആയിരിക്കുമ്പോ ഇവിടെ Q ആണ് ക്വാണ്ടിറ്റി വരിക. പക്ഷെ പ്രൈസ് P1 ആയി കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് Q1 ആയിട്ട് വർദ്ധിച്ചു. അടുത്തതാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് ഈ ഗ്രേറ്റർ ദാൻ 1. ഇവിടെ എന്താ കൊടുക്കുക? ഈ ഗ്രേറ്റർ ദാൻ 1. അടുത്തതാണ് ഏത്? ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്.
ഇവിടെ പ്രൈസ് പി ആയിരുന്നു, P1 ആയിട്ട് കൂടി, അപ്പൊ ക്വാണ്ടിറ്റി കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് വർദ്ധിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു. മാറരുത്, ഇവിടെ പ്രൈസ് പി ആയിരുന്നു, പിന്നെ പ്രൈസ് കുറഞ്ഞപ്പോഴാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടിയത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ പ്രൈസ് പി ആയിരുന്നു, P1 ആയിട്ട് കൂടുക ചെയ്തേ ഈ കേസിൽ, അപ്പൊ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു, അത് ഈ <1. അതേപോലെ യൂണിറ്ററി ഡിമാൻഡ് ആയിരിക്കുമ്പോ എങ്ങനെയാണ്? പ്രൈസ് ആദ്യം പി ആയിരുന്നു, P1 ആയിട്ട് കൂടി, ഒരേപോലെ പ്രൈസ് കൂടിയപ്പോ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെയാണ്? കൂടി, ഒരേ തുല്യമായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ =1. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 3 എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതായെന്ന് നമുക്ക് പരിശോധിക്കാം. നോക്കിക്കോളൂ, എന്താണ് യൂണിറ്റ് 3? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. സെക്കൻഡ് ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് ഈ ചാപ്റ്റർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയും. അത്രയും സിമ്പിൾ ആയിട്ട് വളരെ ലളിതമായിട്ടുള്ളൊരു യൂണിറ്റാണ് യൂണിറ്റ് 3, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. അതിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം, എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തെ ഡിറ്റർമിൻ ചെയ്യുക? എന്താണ് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം, ഒരു എക്കണോമിക്സ് പഠിച്ചൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഇക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യമാണ് ഡിമാൻഡും ഈ സപ്ലൈയും ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ, തുല്യമാകുന്ന അവസ്ഥ. ആ ഈക്വൽ പോയിന്റ് ആണ് ഏത്? ഇക്വിലിബ്രിയം. ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം എങ്ങനെ? ഇക്വിലിബ്രിയത്തെ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അപ്പൊ ആദ്യം എന്താണ് ഇക്വിലിബ്രിയം എന്ന് നമുക്ക് നോക്കാം. Equilibrium is defined as the price at which the quantity demanded and quantity supplied are equal. ഇത്രേ ഉള്ളൂ. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും, ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സന്തുലിതാവസ്ഥ. സന്തുലിതാവസ്ഥ അഥവാ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എന്താണത്? ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈയും ഈക്വൽ ആകുന്ന, അവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും ഒക്കെ ഈക്വൽ ആണ്. പ്രൈസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ്, ക്വാണ്ടിറ്റി സപ്ലൈ അതൊക്കെ ഈക്വൽ ആകുന്ന ഈ പോയിന്റ്, ഇതാണ് ഈ പോയിന്റ് ആണ് ഇക്വിലിബ്രിയം. അതിന് നമ്മൾ എന്നാണ് സിമ്പൽ കൊടുക്കുക. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇവിടെ നോക്കൂ, QD = 10 - 1p. ഒരു പ്രോബ്ലം ആണ്. ഇക്വിലിബ്രിയം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. QD = 10 - 1p, QF = 1p. ഇക്വിലിബ്രിയം കണ്ടെത്താനാണ് നമ്മളോട് പറയണത്. എങ്ങനെയാ കണ്ടെത്തുക? QD, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ QDയും QFും ഈക്വൽ ആകുന്നതാണ് ഏത് മക്കളെ? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് QDയും QFും ഈക്വൽ ആകുന്നതാണ് ഇക്വിലിബ്രിയം. അതുകൊണ്ട് QD QFും 1p എന്നാ പറയണത്. QXലും ഒരു p ഉണ്ട്, QDയിലും ഒരു p ഉണ്ട്. അപ്പൊ ഈ 1p, QDത്തെ 1pയും QFത്തെ 1pയും കൂടി ചേരുമ്പോൾ എത്ര? 2p, 2p. ഇവിടെ 10 - 1p. QD = 10 - 1p, QF = വെറും 1p. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? QDയെയും QFനെയും ഈക്വൽ ആകുമ്പോൾ അവിടെ രണ്ടും ഓരോ p ആണുള്ളത്. അപ്പൊ അവിടെ 2p എന്ന് വരും. ഇവിടെ ഇപ്പൊ 10 ഉണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ പീനെ അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. P = 10 / 2. ഈ 10നെ ഈ 2pത്തെ p ഇവിടെ ഇടുക. എന്നിട്ട് 10നെ 2 കൊണ്ട് നമ്മള് ഹരിക്കുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 5. ഡിവൈഡ് ചെയ്യുമ്പോൾ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2.
അല്ലെ സോറി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 ആൻസർ വരും. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ? 5 വരും. അപ്പൊ നമ്മളുടെ QDയും QSഉം ഈക്വൽ ആകുന്നത് ഏതിൽ വെച്ചിട്ടാണ്? 5 യൂണിറ്റ്. 5 യൂണിറ്റ്. അതാണ്. മാത്രല്ല എപ്പോഴും ഇക്വിലിബ്രിയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രത്യേകമായിട്ട് ഇരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല. എപ്പോഴും നിങ്ങൾ അത് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. ക്വാണ്ടിറ്റി ഡിമാൻഡും ക്വാണ്ടിറ്റി സപ്ലൈഡും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് ആണ് ഏത്? ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം മീൻസ് സന്തുലിതാവസ്ഥ. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താ നോക്കാം. സ്റ്റേബിൾ, സ്ഥിരമായിട്ടുള്ള ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസ് P1 ആയിരുന്നു, അപ്പൊ ക്വാണ്ടിറ്റി Q1 ആണ്. പക്ഷേ ഇവിടെ പ്രൈസ് P3 ആയി, ക്വാണ്ടിറ്റിയും എത്രയായി? Q3 ആയി. അതേപോലെ പ്രൈസ് P2 ആയി, മുകളിലേക്കാണ്. പ്രൈസ് P3 ആയിട്ട് കുറയുക ചെയ്ത്, അപ്പോഴാട്ടോ ക്വാണ്ടിറ്റി കൂടിയത്. ഇവിടെ ശ്രദ്ധിക്കണം, പ്രൈസ് P3 ആയി താഴേക്ക് പോന്നപ്പോഴാണ് ക്വാണ്ടിറ്റി Q3 ആയി വർദ്ധിക്കുന്നത്. പക്ഷേ പ്രൈസ് P2 ആയി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ക്വാണ്ടിറ്റി എന്ത് സംഭവിക്കുന്നു? ക്വാണ്ടിറ്റി ഇവിടെ കുറയുക ചെയ്യുന്നത്. ആണോ? ക്വാണ്ടിറ്റി Q2 ആയിട്ട് ഇങ്ങോട്ട് കുറയുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് പറയുന്നത് ഇവിടെയാണ് ഈക്വൽ പോയിന്റ്. ഈ ഭാഗം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ സപ്ലൈ ആണ് വർദ്ധിക്കുന്നത്. ഈ ഭാഗത്ത് സപ്ലൈ ഇൻക്രീസ് ചെയ്യും, ഈ ഭാഗത്താണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. മനസ്സിലായോ? കാരണം നോക്കി നോക്കൂ, സപ്ലൈയുടെ ഭാഗത്ത് വർധനവ് കാണിക്കുന്നുണ്ട്, പക്ഷെ ഡിമാൻഡിന്റെ ഭാഗത്ത് കുറവാ കാണിക്കുന്നത്. സപ്ലൈ അറിയുന്നത് ഈ കർവ്, ഇത് ഡിമാൻഡ് കർവ്. സപ്ലൈന്റെ ഭാഗത്ത് വർധനവ് കാണിക്കും, പക്ഷെ ഡിമാൻഡിന്റെ ഭാഗത്ത് കണ്ടോ കുറഞ്ഞു. ഇവിടെ P2 ആയിട്ട് കുറയുക ചെയ്യുന്നത്. അപ്പോ സപ്ലൈ അവിടെ എന്താ വർദ്ധിക്കുന്ന ഭാഗമാണ്. മുകളിലേക്ക് പോരുമ്പോൾ സപ്ലൈ അപ്വാർഡ് ആയിരിക്കും, എന്നാല് പ്രൈസ് താഴോട്ട് പോന്നപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചു. അതുകൊണ്ട് ഡിമാൻഡ് ഇവിടെ ഇടത്തു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് Q3 ആയിട്ട് വർദ്ധിക്കുന്നതും കാണാം. ഇതാണ് ഏതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഓക്കെ, അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാം. ഇഫക്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ഇക്വിലിബ്രിയം. എന്താ ടോപ്പിക്? ഇഫക്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഇക്വിലിബ്രിയം. ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും ഇക്വിലിബ്രിയത്തെ ഇഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? 3 ഘടകങ്ങളാണ് അവിടെ എഫക്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ്, ഷിഫ്റ്റിംഗ് സപ്ലൈ കർവ്, സിമിലേനിയസ് ഷിഫ്റ്റ്. അതിൽ ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് 3 കാര്യങ്ങളാണ് ഡിമാൻഡിനെയും സപ്ലൈയുടെയും ഇക്വിലിബ്രിയത്തെ എഫക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവും, ഷിഫ്റ്റിംഗ് സപ്ലൈ കർവും, അതുപോലെ തന്നെ സിമിലേനിയസ് ഷിഫ്റ്റും. അതിൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ആദ്യം ടീച്ചർ നോർമൽ ആയിട്ട് ഒരു പ്രൈസ് P1, ക്വാണ്ടിറ്റി Q1. ഇതാണ് നമ്മളുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കുട്ടികളെ, ഈ ഭാഗമാണ് നമ്മളുടെ ഇക്വിലിബ്രിയം. ഈ എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം. എന്നാൽ പ്രൈസിന് പിന്നെ എന്താ സംഭവിക്കുന്നത്? പ്രൈസ് P3 ആയിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. P3 ആയിട്ട് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡിമാൻഡ് D3 ആയിട്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു, അല്ലേ? എന്നാൽ പ്രൈസ് P2 ആയിട്ട് താഴേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഡിമാൻഡ് എന്ത് സംഭവിച്ചു? ഡിമാൻഡ് ഇടത് ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. കണ്ടോ? D2 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതിനെയാണ് ഷിഫ്റ്റിംഗ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഡയഗ്രാം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആദ്യം P1 ആണ്, അപ്പൊ ഇവിടെ E1 ആണ് കേട്ടോ. ഇത് E1 ആണ്, ഇവിടെ E3. ഇത് E1 ആണ്. സാധാരണ നോർമൽ കേസ് ഇവിടെ നമ്മുടെ Q1. പിന്നെ P3 ആയപ്പോൾ എന്ത് സംഭവിച്ചു? P3 ആയപ്പോൾ ഡിമാൻഡ് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് D3 ആയി. P2 ആയി താഴോട്ട് പോന്നപ്പോൾ ഡിമാൻഡ് കർവ് എന്ത് സംഭവിച്ചു? ഇവിടെ സപ്ലൈ എന്താണ്? സപ്ലൈ ഫിക്സഡ് ആണ്.
നമ്മുടെ സപ്ലൈ ഫിക്സഡ് ആണ്. സപ്ലൈ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ്. അവിടെ ചേഞ്ച് ആർക്ക് മാത്രം സംഭവിക്കണേ? ഡിമാൻഡിനാണ് സംഭവിക്കുന്നത്. ഡിമാൻഡ് വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്. അടുത്തതാണ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവിന്റെ പ്രത്യേകത എന്താ? ഡിമാൻഡ് ഫിക്സഡ് ആയിരിക്കും. ഡിമാൻഡ് ഫിക്സഡ് ആയിരിക്കും. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവിന്റെ പ്രത്യേകത പറഞ്ഞാല് ഡിമാൻഡ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. ഇവിടെ സപ്ലൈക്കാണ് മാറ്റം സംഭവിക്കുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ നോർമൽ കേസ്. P1, അതേപോലെ തന്നെ Q1, E1. ഇത് നോർമൽ കേസ്. ഇനി ഇവിടെ പ്രൈസ് P3 ആയിട്ട് താഴോട്ട് പോന്നു. അപ്പൊ സപ്ലൈ Q3 ആയി, ഇങ്ങോട്ട് Q3 ആയി. പിന്നെ പ്രൈസ് P2 ആയിട്ട് മുകളിലേക്ക് പോന്നു. അപ്പൊ സപ്ലൈ കർവ് താഴ്ഭാഗത്തേക്ക് കണ്ടോ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ സപ്ലൈക്കാണ് മാറ്റം സംഭവിക്കുന്നത്, ഡിമാൻഡിനല്ല. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് ആയിരിക്കുമ്പോൾ സപ്ലൈ ഫിക്സഡും ഡിമാൻഡ് ഇടതോട്ടും മാറാം വലതോട്ടും മാറാം. ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് ഫിക്സഡും സപ്ലൈ വലതോട്ടും മാറാം ഇടത്തോട്ടും മാറാം. ഇതാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാനുള്ളത്. അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റ് ഓഫ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓൺ ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അതേപോലെ അതിലെ മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. സ്റ്റിമുലേനിയസ് ഷിഫ്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റിമുലേനിയസ് ഷിഫ്റ്റ്? എന്താണ് സ്റ്റിമുലേനിയസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. എ ഷിഫ്റ്റ് റൈറ്റ് വാർഡ് ഇൻ ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവ് എവിടേക്കാണ് മാറുക? റൈറ്റ് വാർഡിലേക്ക്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡിന്റെ കർവ് എവിടേക്ക് മാറുന്നു? റൈറ്റ് ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്ക് മാറുന്നു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത്ര ഓർത്ത് വെക്കുക. സ്റ്റിമുലേനിയസ് ഷിഫ്റ്റില് 3 പോയിന്റ് ഓർത്ത് വെക്കാനുള്ളൂ. എന്താണ്? സ്റ്റിമുലേനിയസ് ഷിഫ്റ്റില് ആദ്യത്തെ കേസ് എന്താ പറയണത്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എ ഷിഫ്റ്റ് റൈറ്റ് വാർഡ് ഇൻ ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഏത് ഭാഗത്തേക്കാ പോകുക? റൈറ്റ് വാർഡിലേക്ക്, വലതുവശത്തേക്ക് മാറുന്നു. ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമ്പോഴോ എ ഷിഫ്റ്റ് ലെഫ്റ്റ് വാർഡ് ഇൻ ദ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് ഏത് ഭാഗത്തേക്കാ ഷിഫ്റ്റ് ചെയ്യുക? ലെഫ്റ്റ് ഭാഗം, ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇൻക്രീസ് ഇൻ സപ്ലൈ. സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? എ ഷിഫ്റ്റ് റൈറ്റ് വാർഡ് ഇൻ ദ സപ്ലൈ കർവ്. സപ്ലൈ കർവ് റൈറ്റ് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുക? സ്റ്റിമുലേനിയസ് ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം മാത്തമാറ്റിക്കൽ. ഇത് നമ്മുടെ പറഞ്ഞത് തന്നെയാണ്. മാത്തമാറ്റിക്കൽ ആയിട്ട് ഇക്വിലിബ്രിയം എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാം. ഇവിടെ അതാ QD ഈക്വൽ, ഇങ്ങനത്തെ പ്രോബ്ലം വരും കേട്ടോ എക്സാമിന്. QD ഈക്വൽ 100 മൈനസ് 2p. QS ഈക്വൽ 3p. എന്താ ചെയ്യുക? എന്താണ് ഇവിടെ ചെയ്യുക? നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. QD ഈക്വൽ QS. എന്നിട്ടോ QDന്റെയും QSന്റെയും പീകളെ കൂട്ടുക. 2p പ്ലസ് 3p എത്രയാണ്? 5p. 5p. 5p ഈക്വൽ 100. ഇനി എന്താ ചെയ്യാ? പീനെ ഇവിടെ നിർത്തുക. p ഈക്വൽ 100/5. 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര? 20. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പീകളെ തമ്മിൽ കൂട്ടുക, ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? തന്ന സംഖ്യയെ ആഡ് ചെയ്ത സംഖ്യ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം യൂണിറ്റ് എത്രയെന്ന് ലഭ്യമാകും. ഇനി ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഷെയറിംഗ് ഓഫ് ടാക്സ് ബേർഡൻ. ടാക്സ് ബേർഡൻ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ഷെയറിംഗ് ഓഫ് ടാക്സ് ബേർഡൻ അതൊരു 4 പോയിന്റ്. വളരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ മനസ്സിലായ തേർഡ് ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. അപ്പൊ എന്താണ് ടാക്സ് ബേർഡൻ എങ്ങനെ ഷെയർ ചെയ്യുന്നു? when demand is perfectly elastic. ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ സപ്ലൈ എങ്ങനെ ആയിരിക്കാം? നോർമൽ ഷേപ്പ് ആവും.
ഡിമാൻഡ് പെർഫെക്റ്റ്, ഇത് ഞാൻ നേരത്തെ സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ പഠിപ്പിച്ചു തന്നതാണ്. ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ സപ്ലൈ എങ്ങനെയായിരിക്കുന്നു? നോർമൽ ഷേപ്പ് ആകുന്നു. അടുത്ത കേസ് എങ്ങനെയാണ്? when demand is perfectly inelastic, supply is normal shape. ഇനി ഡിമാൻഡ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കുമ്പോഴും സപ്ലൈ എങ്ങനത്തെ കേസിലാണ്? നോർമൽ കേസ്. അടുത്തത് when supply is perfectly elastic. അപ്പൊ ഇനി സപ്ലൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കുമ്പോഴോ നേരെ തിരിച്ച്. ഈ രണ്ടെണ്ണം പറഞ്ഞാൽ ഇത് രണ്ടും എഴുതാം നിങ്ങൾക്ക്. ഈ രണ്ടെണ്ണം മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇനി സപ്ലൈ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? നോർമൽ ഷേപ്പ്. ഇനി സപ്ലൈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് എങ്ങനെയായിരിക്കും? നോർമൽ ഷേപ്പ്. ഇതിനെയാണ്, ഇത്തരം രീതിയിലൂടെയാണ് ടാക്സ് ബർഡൻ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ രണ്ടും മൂന്നും ചാപ്റ്ററുകള് ഏതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചാപ്റ്റർ? ഡിമാൻഡും സപ്ലൈയും. ഈ ഡിമാൻഡും സപ്ലൈയും എന്താ എന്നും അവയുടെ മാറ്റം. ഡിമാൻഡ് ആയിരിക്കുമ്പോൾ ഡൗൺവാർഡ് ഫ്ലോപ്പ് ആയിരിക്കും. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് ഭാഗത്തേക്ക് ഇൻക്രീസ് ചെയ്യും. സപ്ലൈ എന്ന് പറയുന്നത് അപ്വാർഡ് ഫ്ലോപ്പ് ആയിരിക്കും. സപ്ലൈയും ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഇൻക്രീസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, യൂണിറ്റ് 4 ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്. കൺസ്യൂമർ ബിഹേവിയർ കാർഡിനൽ അപ്രോച്ച്. അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റിയിലേക്ക് നോക്കാം നമുക്ക്. യൂട്ടിലിറ്റി, വാട്ട് ഈസ് മീൻ ബൈ യൂട്ടിലിറ്റി? എന്താണ് യൂട്ടിലിറ്റി? ഇപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. യൂട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ പറയാം. യൂട്ടിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് want satisfy power of a commodity. want എന്താണ്? want ആവശ്യം. wants satisfy power of a commodity, ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുക? യൂട്ടിലിറ്റി. അപ്പോ 4th ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പ്രധാനമായും നമുക്ക് യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് എന്ത് സാറ്റിസ്ഫൈ ആക്കുക എന്നാണ്? വാണ്ട്, ആവശ്യങ്ങളെ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ ലിമിറ്റഡ്. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, പരിധിയില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ വാണ്ട് എന്ന് പറയുന്നത് അൺലിമിറ്റഡാ, ലിമിറ്റ് ഇല്ല. മനുഷ്യന് എപ്പോഴും ആവശ്യമാണ്. ഇപ്പൊ നമ്മൾക്കറിയാം, ഇന്ന് ജനിച്ചൊരു കുട്ടിയാണെങ്കിലും ജീവിതം അവസാനിക്കാനായിട്ടുള്ളൊരു നിമിഷാണെങ്കിലും ജനിച്ച കുട്ടിക്കും പ്രായമായ ഒരാൾക്കും ആവശ്യങ്ങളുണ്ട്. ഒരാളുടെ ആവശ്യം അവസാനിക്കുന്നില്ല. അതുകൊണ്ടാണ് ആവശ്യം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്ന് പറയാനുള്ള കാരണം. പക്ഷെ അതിനെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ എങ്ങനെയാണ്? ലിമിറ്റഡുമാണ്. അതുകൊണ്ടാണ് ഈ യൂട്ടിലിറ്റി തിയറി ഒക്കെ നമ്മളിവിടെ അനലൈസ് ചെയ്ത് പഠിക്കുന്നത്. ഇപ്പൊ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വൺ സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി. അതുകൊണ്ട് തന്നെ അതിന്റെ റിലേഷൻ നോക്കാം, ബന്ധം നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വാണ്ട്, യൂട്ടിലിറ്റി, കൺസെപ്ഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. എന്തൊക്കെയായിട്ടാണ് ഈ യൂട്ടിലിറ്റി റിലേഷൻ ഉള്ളത്? വാണ്ടായിട്ട്, ആവശ്യമായിട്ട്, പിന്നെ കൺസെപ്ഷൻ, ഉപഭോഗമായിട്ട്, പിന്നെ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട്. ഈ 3 കാര്യങ്ങളുമായി ആര് റിലേറ്റഡ് ആണ്? യൂട്ടിലിറ്റി റിലേറ്റഡ് ആണ്. ഇപ്പൊ യൂട്ടിലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്താ യൂട്ടിലിറ്റി എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആണ്? വാണ്ടായിട്ട്. വാണ്ട് കാരണം എന്താ? ആവശ്യം. ആവശ്യം വരണം. ആ ആവശ്യമാണ് എന്തിലേക്ക് നയിക്കുക? കൺസെപ്ഷൻ, ഉപഭോഗം. ആ ഉപഭോഗം നമ്മളെ എന്തിലേക്ക് നയിക്കുന്നു? സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ആവശ്യം, ഇപ്പൊ എനിക്കൊരു വസ്ത്രം വേണം, അതിന്റെ ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ വസ്ത്രം വാങ്ങി, അത് കൺസെപ്ഷൻ ആണ്. ആ വസ്ത്രം ഞാൻ ആ ഡ്രസ്സ് ഞാൻ ഒരുപാട് ദിവസം യൂസ്ഫുൾ ആക്കുന്നു. ഒരു വർഷമെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിനു പകരം ഒരു ഡ്രസ്സ് വാങ്ങി, അതിന്റെ ആവശ്യം.
അത് ഞാന് ആവശ്യം എന്ന് പറയുന്നത് ഡ്രസ്സ്, അത് വാങ്ങുമ്പോൾ അത് കൺസപ്ഷൻ, അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ആകും. പക്ഷെ എനിക്കത് അധികം ദിവസം ഒരു 2 ആഴ്ച പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, എന്തില്ല, സംതൃപ്തി ഉണ്ടാകില്ല. അതുകൊണ്ട് യൂട്ടിലിറ്റി എന്തൊക്കെ കാര്യങ്ങളുമായി റിലേറ്റഡ് ആണ്? വാൺസുമായിട്ടും കൺസപ്ഷനുമായിട്ടും സാറ്റിസ്ഫാക്ഷനുമായിട്ടും യൂട്ടിലിറ്റി എന്താണ്? റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എഴുതിയിടുന്നത്, വാണ്ട് സെലക്ഷൻ ഓഫ് കമ്മോഡിറ്റി. വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്മോഡിറ്റിയുടെ സെലക്ഷൻ ആണ്. അതെന്തിലേക്ക് പോകും? കൺസപ്ഷൻ ഓഫ് ദ കമ്മോഡിറ്റി. പിന്നെ അതെന്തിലേക്ക് പോകും? ഗെറ്റിംഗ് യൂട്ടിലിറ്റി ഇൻ ദ സെൻസ് ഓഫ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ വാണ്ട്. അപ്പോ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക, വാണ്ട് സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി. ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന കമ്മോഡിറ്റിയുടെ പവറാണ് യൂട്ടിലിറ്റി. അതെന്തൊക്കെയായിട്ട് യൂട്ടിലിറ്റി റിലേറ്റഡ് ആണ്? വാണ്ടുമായിട്ടും കൺസപ്ഷനുമായിട്ടും സാറ്റിസ്ഫാക്ഷനുമായിട്ടും റിലേറ്റഡ് ആണ്. ഇനി എന്താണ് വേണ്ടേ? വേണ്ടേ മീൻസ് സെലക്ഷൻ ഓഫ് കമ്മോഡിറ്റി. വേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു കമ്മോഡിറ്റിയെ സെലക്ട് ചെയ്യുന്നു. പിന്നെ അതെന്തിലേക്ക് പോകുന്നു? കൺസപ്ഷൻ ഓഫ് ദ കമ്മോഡിറ്റി. സെലക്ട് ചെയ്താൽ പോരാ, അത് ഉപഭോഗം നടത്തണം. അത് കമ്മോഡിറ്റിയുടെ കൺസപ്ഷനിലേക്ക് പോകുന്നു. അതിനുശേഷം പിന്നെ അത് എന്തിലേക്ക് നയിക്കുന്നു? ഗെറ്റിംഗ് യൂട്ടിലിറ്റി ഇൻ ദ സെൻസ് ഓഫ് ദ സാറ്റിസ്ഫാക്ഷനിലേക്ക് നയിക്കുന്നു. അതാണ് ഏത്? വാണ്ട്. അതുകൊണ്ടാണ് ഒറ്റ വാക്കിൽ വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈ പവർ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മൾക്ക് ഇതിലെ യൂട്ടിലിറ്റിയിൽ വരുന്ന പ്രധാന കൺസെപ്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആശയങ്ങൾ, യൂട്ടിലിറ്റിയുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായും 3 കൺസെപ്റ്റ് ആണുള്ളത്. ഇനീഷ്യൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിക്ക് പ്രധാനമായും 3 കൺസെപ്റ്റ് ആണുള്ളത്. ഇനീഷ്യൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. What is mean by initial utility? The first unit of a commodity is called initial utility. യൂട്ടിലിറ്റിയുടെ ആദ്യത്തെ യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇനീഷ്യൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി. ഇനി എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് നമുക്ക് നോക്കാം. A person from the total number of unit of a commodity consumed here is called total utility. Total utility പറഞ്ഞാൽ എന്താണ്? A person from the total number of unit of a commodity consumed. Total number of unit, മൊത്തത്തിലുള്ള നമ്പർ കൺസ്യൂം, മൊത്തത്തിലുള്ള യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതാണ് ഏത്? ടോട്ടൽ യൂട്ടിലിറ്റി. ആൻഡ് ദെൻ മാർജിനൽ യൂട്ടിലിറ്റി. Marginal utility it means addition made to total utility by consuming and additional unit. Additional unitനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നമുക്കറിയാം യൂട്ടിലിറ്റി പ്രധാനമായും 3 ആശയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനീഷ്യൽ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഇനീഷ്യൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് അത് ഫസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി എന്നാ പറയുന്നത്. കമ്മോഡിറ്റിയുടെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഏത്? ഇനീഷ്യൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഫ്രം ദ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂംഡ് ഹിയർ ഈസ് കാൾഡ് ടോട്ടൽ യൂട്ടിലിറ്റി. മൊത്തത്തിലുള്ള യൂട്ടിലിറ്റിയെ കൺസ്യൂം ചെയ്യുന്നതാണ് ഏത്? ടോട്ടൽ യൂട്ടിലിറ്റി. ആൻഡ് ദെൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാല് അഡീഷൻ മെയ്ഡ് ടു ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ അഡീഷൻ, ടോട്ടൽ യൂട്ടിലിറ്റിയുടെ അഡീഷൻ ആണ് ഏത്? മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ അഡീഷണൽ ആയി വരുന്ന യൂണിറ്റുകളെ നമ്മൾ എന്ത് പറയും? മാർജിനൽ യൂട്ടിലിറ്റി. ഇതാണ് യൂട്ടിലിറ്റിയുടെ 3 കൺസെപ്റ്റ് ആയിട്ട് ഇവിടെ വ്യക്തമാക്കി തരുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, വെരി വെരി ഇമ്പോർട്ടന്റ് പറയാം, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എങ്ങനെയാണ്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താണ്? അതുമായി ബന്ധപ്പെട്ട അസംപ്ഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ.
അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലിൽ നോക്കി അതിൽ പറയും. ഞാൻ വളരെ പോയിന്റ്സ് മാത്രമേ ഇതിൽ തരുന്നുള്ളൂ. നിങ്ങൾ അത് അഡീഷണൽ ആയിട്ട് അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം. പക്ഷെ ഈ ചാപ്റ്ററിന് വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളും ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നോക്കൂ, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് ആരാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? ആരൊക്കെ ചേർന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് മെയിൻലി ഗിവൺ ബൈ നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളായിട്ടുള്ള ജീവോൺസ്, ഡൂബിറ്റ്, മെൻജർ, വാൾഡ്രസ്, പിഗോ. ആരൊക്കെ ചേർന്നാണ് ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തത്? ജീവോൺ, ഡൂബിറ്റ്സ്, മെൻജർ, വാൾഡ്രസ് ആൻഡ് പിഗോ. ഇത്രയും ആളും അത് അപ്പൊ നോക്കി നോക്കൂ, അത് എത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കാം കാർഡിനൽ യൂട്ടിലിറ്റി. അപ്പൊ ഇത്രയും ആളുകൾ ചേർന്ന് ഫോർമുലേറ്റ് ചെയ്ത ഒരു തിയറിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതുകൊണ്ട് അത് എന്തൊക്കെ അസംപ്ഷൻസ് ആണ് അതിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നോക്കിക്കോളൂ. ദ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. അവിടെ കാർഡിനൽ മെഷർമെന്റ്, യൂട്ടിലിറ്റിയുടെ കാർഡിനൽ മെഷർമെന്റ് ആണ് നടത്തപ്പെടുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ്, യൂട്ടിലിറ്റി ആർ ആഡിറ്റേറ്റീവ്. യൂട്ടിലിറ്റി അവിടെ അഡീഷൻ ചെയ്യാണ്, കൂട്ടിച്ചേർക്കപ്പെടുന്നു. യൂട്ടിലിറ്റി ഈസ് ഇൻഡിപെൻഡന്റ്. യൂട്ടിലിറ്റി സ്വതന്ത്രമായിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻ കോൺസ്റ്റന്റ്. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ വരുന്ന അസംപ്ഷൻസ്. ഇപ്പൊ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ എക്കണോമിസ്റ്റുകൾ ചേർന്ന് അത് ഫോർമുലേറ്റ് ചെയ്തത്? ജീവോൺസും, ഡൂബിറ്റും, മെൻജറും, വാൾഡ്രസും, പിഗോയും. ഇത്രയും ആളുകൾ ചേർന്ന് ഫോർമുലേറ്റ് ചെയ്ത തിയറിയാണ് ഏത്? കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അതേപോലെ തന്നെ അതിൽ ഏതൊക്കെ അസംപ്ഷൻസ് വരുന്നുണ്ട്? കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി ഉണ്ട്, യൂട്ടിലിറ്റി ആർ ആഡിറ്റേറ്റീവ് ഉണ്ട്, യൂട്ടിലിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഉണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻ കോൺസ്റ്റന്റ്. ഇത്രയും അസംപ്ഷൻസ് ആണ് ഇതിൽ വരുന്നത്. ഇനി മക്കളെ, ഈ യൂണിറ്റ് 4 ഇമ്പോർട്ടന്റ്, ഇത് വരാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല, അത്ര ഇമ്പോർട്ടന്റ് ആണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി? ഈ തിയറി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിംഗ്. മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിംഗ്. അതാണ് ഏത്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് റൊട്ടിയാണ് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് റൊട്ടിയോ ആപ്പിളോ ഓറഞ്ചോ എന്തെങ്കിലും ഒന്ന്, ഷവർമേ, ഏതാ ഫുഡ്, ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫുഡ് നമ്മൾ ഒന്ന് കഴിച്ചു. അപ്പൊ എത്ര യൂണിറ്റാ കിട്ടിയേ? ഇവിടെ റൊട്ടി തന്നെ ആയിക്കോട്ടെ. ഇവിടെ റൊട്ടി നമ്മൾ ഒന്ന് കഴിച്ചു. അപ്പൊ എത്ര യൂണിറ്റാ കിട്ടിയേ? 10 യൂണിറ്റ്. പിന്നെ രണ്ടാമത്തെ കഴിച്ചു, അപ്പൊ അതിന് എത്ര യൂണിറ്റ് കിട്ടുക? 8 യൂണിറ്റ്. മൂന്നാമത് കഴിച്ചു, അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും? കുറെ കിട്ടും. ഇല്ല, നമ്മളെ യൂണിറ്റ് കുറഞ്ഞു വരികയാണ്. അതാണ് മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിംഗ് എന്ന് പറയാനുള്ള കാരണം. കൂടുതൽ യൂണിറ്റുകൾ ചെല്ലുമ്പോൾ അഡീഷണൽ യൂണിറ്റ് എന്തായി തീരുന്നു? ഡിമിനിഷിംഗ് ആകുന്നു. അപ്പൊ ഇവിടെ ഒരു റൊട്ടീന്റെ കേസില് റൊട്ടിയോ ഓറഞ്ചോ ആപ്പിളോ എന്തെങ്കിലും ഒന്ന്, ഇവിടെ റൊട്ടിയാണ് ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഇപ്പൊ ഒരു റൊട്ടി കഴിച്ചപ്പോൾ എത്ര യൂണിറ്റ്? നല്ല വിശപ്പുള്ള ടൈമാണ്. അപ്പൊ നമ്മൾ ഒരു റൊട്ടി കഴിച്ചപ്പോ നമുക്ക് 10 യൂണിറ്റ് കിട്ടി. 2 റൊട്ടി കഴിച്ചപ്പോ നമുക്ക് എത്ര യൂണിറ്റാ കിട്ടിയ? 8 യൂണിറ്റ് കിട്ടി. 3 റൊട്ടി കഴിച്ചപ്പോഴേക്കും നമ്മളെ യൂണിറ്റ് കുറഞ്ഞു തുടങ്ങി, 5 യൂണിറ്റാ കിട്ടിയേ. കാരണം വിശപ്പ് തീരാൻ തുടങ്ങി. 4 കഴിച്ചപ്പോഴേക്കും പിന്നെ 4 എടുത്തപ്പോഴേക്കും നമുക്ക് എത്ര യൂണിറ്റ് ആയി? 3 5 എടുത്തപ്പോഴേക്കും 0 വേണ്ട, എനിക്കിത് വേണ്ട. 6 നെഗറ്റീവായി. അപ്പൊ മക്കളെ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ തിയറി നിങ്ങൾ എഴുതുക. എന്താ എഴുതേണ്ടത്? മോർ ആൻഡ് മോർ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി, അഡീഷണൽ യൂണിറ്റ് വിൽ ബി ഡിമിനിഷിംഗ്. അതിന്റെ ഡയഗ്രം നോക്കി നോക്കൂ. ഡയഗ്രമാറ്റിക്കലായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. 1 തൊട്ട് 6 വരെ ഇവിടെ ഇട്ടു.
0 തൊട്ട് 15 വരെ കൊടുത്തു. 1 ഒരു യൂണിറ്റ് ആകുമ്പോ 10, 2 യൂണിറ്റ് ആകുമ്പോ 8. കണ്ടോ ഇവിടെ ഒരു 8. 3 യൂണിറ്റ് ആകുമ്പോ 5. കണ്ടോ 4 യൂണിറ്റ് ആകുമ്പോ എത്രയാണ് 3. ഒരു ഏകദേശം ഒരു ഇത്രയൊക്കെ വരും. 4 യൂണിറ്റ് ആകുമ്പോ 3. 5 യൂണിറ്റ് ആകുമ്പോ 0. 6ാമത്തെ യൂണിറ്റ് പറയുന്നത് ഇവിടെയാണ് നെഗറ്റീവ് -2. ഇതാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ 4th ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ചാപ്റ്ററിലെ കാര്യങ്ങള് നിങ്ങൾക്ക് ഏകദേശം ഒരു 5 അതേപോലെ 10 മാർക്കിന്റെ ഉള്ളില് ലഭ്യമാകുന്ന വിധത്തിലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ കുട്ടികളെ, നെക്സ്റ്റ് യൂണിറ്റിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് ടോപ്പിക്കുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. യൂണിറ്റ് 5 കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്. നമ്മൾ 4th ചാപ്റ്ററിൽ കാർഡിനൽ അപ്രോച്ച് ആണ് അനലൈസ് ചെയ്തത്. എന്നാൽ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ് 5 ഓർഡിനൽ അപ്രോച്ച് ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ് കൺസ്യൂമർ ബിഹേവിയർ ഓർഡിനൽ അപ്രോച്ച്? അതിന് നമുക്ക് എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് നോക്കാം. അപ്പൊ ഈ ചാപ്റ്ററിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡയഗ്രാംസും എക്സാമിന് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാം അത് മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് വാസ് ക്രിറ്റിസൈസ്ഡ് ഫോർ ബീയിങ് റെസ്ട്രിക്റ്റീവ് ഇൻ നേച്ചർ. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ ക്രിറ്റിസൈസ് ചെയ്യാറ് വിമർശിക്കുക. ആ വിമർശിക്കുന്ന ഒരു തിയറിയാണ് ഏത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ഇത് ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എഡ്ജ്വർത്ത്. കാർഡിനൽ അപ്രോച്ചിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് രൂപം കൊടുത്ത അപ്രോച്ചാണ് ഏത് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. ആരാണ് ഫോർമുലേറ്റ് ചെയ്തത്? എഡ്ജ്വർത്ത്. ഇപ്പൊ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് വാസ് ഡെവലപ്ഡ് ബൈ ആരാണ്? എഡ്ജ്വർത്ത്, ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എഡ്ജ്വർത്ത്. ഏതിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുമാണ്? ഏതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാ? കാർഡിനൽ അപ്രോച്ചിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഫോർമുലേറ്റ് ചെയ്ത തിയറിയാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. അതേപോലെ തന്നെ ഈ എഡ്ജ്വർത്ത് ഇതിനെ കാർഡിനലിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് എഡ്ജ്വർത്ത് ഏത് ഫോർമുലേറ്റ് ചെയ്തത്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഫോർമുലേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദിസ് അപ്രോച്ച് വാസ് പോപ്പുലറൈസ്ഡ് ബൈ വിൽഫ്രാഡോ പാരറ്റോ. അതേപോലെ ഈ എഡ്ജ്വർത്തിന് ശേഷം പിന്നെ ആരൊക്കെ ഈ തിയറിയെ പോപ്പുലറൈസ് ചെയ്തു, എല്ലാവരിലേക്കും എത്തിച്ചു? ആരൊക്കെയാണ്? വിൽഫ്രാഡോ പാരറ്റോ എന്ന 1906, പിന്നെ ഫ്ലുവഡ്സ്കി 1915. അതേപോലെ തന്നെ അവസാനമായിട്ട് ഇത് പോപ്പുലറൈസ് ചെയ്തത് ആരാണ്? RGD അലൻ, JR ഹിക്സ്. ഇത്രയും ആളുകള് എഡ്ജ്വർത്തിന് ശേഷം ഇത്രയും ആളുകൾ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ പോപ്പുലറൈസ്ഡ് ആക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ബേസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ തന്നെയാണ്? റാഷണാലിറ്റി, ഇൻഡിഫറൻസ്, ട്രാൻസിറ്റിവിറ്റി, കൺസിസ്റ്റൻസി, നോൺ സാറ്റിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏകദേശം ഒരു 6 പോയിന്റോളം നമുക്കറിയാം. 6 പോയിന്റുകളാണ് ഇതില് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ഫോളോ ചെയ്യുന്ന അസംഷൻസ് ആയിട്ട് വരുന്നത്. ഏതൊക്കെ? റാഷണാലിറ്റി, ഇൻഡിഫറൻസ്, ട്രാൻസിറ്റിവിറ്റി, കോൺസിസ്റ്റൻസി, നോൺ സാറ്റിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, MRTS എന്ന് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അസംഷൻസ് ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിന് വരുന്നത്, അപ്പൊ മക്കളെ നിങ്ങളോട് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക? കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിനെ ക്രിറ്റിസൈസ് ചെയ്തതാണ് ഏത്? ഇംഗ്ലീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എഡ്ജ്വർത്ത് ക്രിറ്റിസൈസ് ചെയ്തിട്ട് രൂപം കൊടുത്ത തിയറിയാണ് ഏത്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്.
അതിനുശേഷം ഈ തിയറി ആരാണ് പോപ്പുലറൈസ്ഡ് ആക്കിയത്? ആരൊക്കെ ചേർന്നാണ് ഈ തിയറി പോപ്പുലറൈസ്ഡ് ആക്കിയത്? വിൽഫ്രാഡോ പാരറ്റോ 1906, അതേപോലെ തന്നെ ഫ്ലുവഡ്സ്കി 1915, RGD അലന്, JR ഹിക്സ്, ഇത്രയും പേര് ചേർന്നിട്ടാണ് പിന്നീട് ഈ തിയറിയെ ജനങ്ങളിലേക്ക് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചത്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചിൽ എന്തൊക്കെ അസംഷൻസ് ആണ്, അനുമാനങ്ങളാണ് വരുന്നത്? റാഷണാലിറ്റി, ഇൻഡിഫറൻസ്, ട്രാൻസിറ്റിവിറ്റി, കോൺസിസ്റ്റൻസി, നോൺ സാറ്റിറ്റി, ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്ന ഭാഗങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. What is mean by indifference curve analysis? A consumer facing choice between large number of bundles of two goods tries to maximize his satisfaction by choosing a combination which gives him maximum utility. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാല്? എ കൺസ്യൂമർ ഫേസ് ചെയ്യുന്നു എന്ത്? ബിറ്റ്വീൻ ലാർജ് നമ്പർ ഓഫ് ബണ്ടിൽസ് ഓഫ് ടു ഗുഡ്സ്, രണ്ട് ഗുഡ്സുകളുടെ ബണ്ടിൽസിനെ ആർക്ക് ഫേസ് ചെയ്യുന്നു? കൺസ്യൂമർ. എന്നിട്ട് എന്താ ചെയ്യാ? മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ബൈ ചൂസിങ്. ആ രണ്ട് ഗുഡ്സുകളുടെ ബണ്ടിലുകളിൽ നിന്നും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, പരമാവധി സംതൃപ്തി ലഭിക്കുന്നതിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുക്കുന്നത്. ചൂസിങ്, തെരഞ്ഞെടുക്കുന്നത്. എ കോമ്പിനേഷൻ വിച്ച് ഗീവ്സ് മാക്സിമം യൂട്ടിലിറ്റി. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ്. ഇപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്യൂമർ രണ്ട് ഗുഡ്സുകൾ അടങ്ങുന്ന ബണ്ടിലുകളെ സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ മാക്സിമം സംതൃപ്തി ലഭിക്കുന്ന ഒരു ഗുഡിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഞാൻ അതിന്റെ ടേബിൾ, അതായത് ഷെഡ്യൂളിലേക്ക് നോക്കാം. ഇവിടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ABCDE ഇട്ടിട്ടുണ്ട്. യൂണിറ്റ് ഓഫ് കപ്പ് ഓഫ് ടീ ആണ് 1 + 2 + 3 + 4 + 5. അതിന്റെ യൂണിറ്റ് ഓഫ് ഗുഡ് Y 12, 8, 5, 3, 2. സാറ്റിസ്ഫാക്ഷൻ ഒക്കെ KK. രണ്ടിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ KK തന്നെയാണ്. അപ്പൊ അവ രണ്ടും തമ്മിലുള്ള ആ കോമ്പിനേഷൻ ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഇത് ബണ്ടില് ABCDE എന്ന് പറയുന്നത് ബണ്ടിലാണ്. ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, നമ്മള് അതായത് ഗുഡ് യൂണിറ്റ് ഓഫ് എക്സ് ആണ് താഴെ, യൂണിറ്റ് ഓഫ് എക്സ് ആണ്. ഈ യൂണിറ്റ് ഓഫ് എക്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അതേപോലെ തന്നെ യൂണിറ്റ് ഓഫ് വൈ ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. യൂണിറ്റ് ഓഫ് യൂണിറ്റ് ഓഫ് വൈ ആണ് മുകളിൽ കാണിച്ചിട്ടുള്ളത്. യൂണിറ്റ് ഓഫ് 1 ആയിരിക്കുമ്പോൾ y എത്രയാണ്? 12. യൂണിറ്റ് 2 ആയിരിക്കുമ്പോൾ y എത്രയാണ്? 8. യൂണിറ്റ് 3 ആയിരിക്കുമ്പോൾ y എത്രയാണ് നോക്കൂ. 3 ആയിരിക്കുമ്പോൾ 5 ആണ് അല്ലെ, ഏകദേശം ഇവിടെ 5 വരുന്നു. യൂണിറ്റ് 4 ആയിരിക്കുമ്പോൾ ഇത് എത്ര വരുന്നത്? 3 വരുന്നു, ഇതാ ഇവിടെ. അതേപോലെ തന്നെ യൂണിറ്റ് 5 ആയിരിക്കുമ്പോൾ താഴെ 2 വരുന്നു. അപ്പൊ ഇവ രണ്ടിലുള്ള ഈ യൂണിറ്റ് ഓഫ് എക്സും യൂണിറ്റ് ഓഫ് വൈയും തമ്മിലുള്ള കോമ്പിനേഷൻ, ഇതിന് ഏറ്റവും കൂടുതൽ ഇതാണ് ബണ്ടില്. A തൊട്ട് E വരെ ഉള്ളതാണ് ബണ്ടില്. ഈ ബണ്ടിലുകളിൽ നിന്നും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഏത് ഭാഗത്തു നിന്നാണോ കിട്ടുന്നത്, ഇവിടെ രണ്ടും ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഒരേപോലെയാണ് പറയണത്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഷെഡ്യൂളിനെ കർവാക്കി ഡയഗ്രമാറ്റിക്കലായി റെപ്രസെന്റ് ചെയ്യുമ്പോഴാണ് ഇത് എന്താവുക? ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ A തൊട്ട് ABCDE വരെയുള്ള ബണ്ടിലാണ്. ഈ ബണ്ടില് ഇവിടെ
താഴെ ഭാഗം ഹൊറിസോണ്ടൽ ആക്സിസ്, യൂണിറ്റ് ഓഫ് എക്സ് ഹൊറിസോണ്ടൽ ആക്സിസ്, യൂണിറ്റ് ഓഫ് വൈ വെർട്ടിക്കൽ ആക്സിസ്. അപ്പൊ ഹൊറിസോണ്ടൽ ആക്സിസ് ആയിരിക്കുമ്പോൾ 1-ൽ നിന്നും 12-ലേക്ക്, 2-ൽ നിന്നും 10-ലേക്ക്, 3-ൽ നിന്നും 5-ലേക്ക്, അതേപോലെ തന്നെ 4-ൽ നിന്നും എത്രയൊക്കെയാണ് പോകുന്നത് 3-ലേക്ക്, ആൻഡ് 5-ൽ നിന്നും എത്രയൊക്കെ 2-ലേക്ക്. ഇതാണ് ഇൻഡിഫറൻസ് കർവ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് അധികവും ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ടോപ്പിക്. ഇനി നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് മാപ്പ്. ഇൻഡിഫറൻസ് മാപ്പ് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ ഒരു സാധനം മാത്രമാണോ വാങ്ങുക? ഒരു മാർക്കറ്റിൽ ചെന്നാൽ നമ്മൾ ഒരു സാധനമാണോ വാങ്ങുക? അല്ല, ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. അതുകൊണ്ട് ഗുഡ് 1ഉം ഗുഡ് 2ഉം എത്ര എങ്ങനെയാണ് IC1, IC2, IC3 പ്ലസ് IC4. ഇതിനെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡിഫറൻസ് മാപ്പ് വെച്ച് ഇത് വരച്ചിട്ട് ഇങ്ങനെ എഴുതി ഇട്ടാൽ തന്നെ നിങ്ങൾക്കുള്ള മാർക്കായി. കാരണം ഗുഡ് 1ഉം ഗുഡ് 2ഉം അത് എത്ര ഇപ്പൊ ഒരു ഗുഡ് 1 എന്ന് പറയുന്ന ഒരു സാധനം, ഇതിപ്പോ എന്താക്കാം നമുക്ക്, ഇത് ആപ്പിള് ഓറഞ്ച് കരുതുക. അപ്പൊ ആപ്പിൾ ഒരാൾ മാത്രമേ വാങ്ങൂ, അല്ല, 1 വാങ്ങാം, 2 വാങ്ങാം, 3 വാങ്ങാം, 4 വാങ്ങാം. ഗുഡ് 2 ഒരാൾ മാത്രമേ വാങ്ങുള്ളൂ, അല്ല, 1 വാങ്ങാം, 2 വാങ്ങാം, 3 വാങ്ങാം, 4 വാങ്ങാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 2 സാധനങ്ങൾ ഒരുപാട് ആളുകൾ വാങ്ങുമ്പോൾ അതെന്താണ്? ഇൻഡിഫറൻസ് മാപ്പ്. അടുത്തതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതില് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ XY എന്നോട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ എക്സും ഇവിടുത്തെ വൈയും. അത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ XY എങ്ങനെയാണ് കണ്ടെത്തുക? ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അതുകൊണ്ട് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ XY സമം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ X ഫോർ വൈ എന്നാണ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ചേഞ്ച് ഇൻ കമ്മോഡിറ്റി ആണ്. ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ് കമ്മോഡിറ്റി ആണ്. അപ്പൊ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ മാത്രം എഴുതിയിട്ടാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക്, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. MRS XY ഈക്വൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. MRS XY ഈക്വൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ X ഫോർ വൈ. ഡെൽറ്റ വൈ ഈക്വൽ ചേഞ്ച് ഇൻ വൈ കമ്മോഡിറ്റി. ഡെൽറ്റ എക്സ് ഈക്വൽ ചേഞ്ച് ഇൻ എക്സ് കമ്മോഡിറ്റി. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബഡ്ജറ്റ് ലൈൻ. വാട്ട് ഈസ് മീൻ ബൈ ബഡ്ജറ്റ്? എന്താണ് ബഡ്ജറ്റ്? എന്താണ് ബഡ്ജറ്റ് ലൈൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഓരോ ഇയറിനുമുള്ള നമ്മളുടെ ഇൻകത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്. നമുക്കറിയാം, നമ്മൾ ഇയർ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും, മന്ത്ലി ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യും. ബഡ്ജറ്റ് ഇല്ലാതെ ഒന്നും മുന്നോട്ട് പോവില്ല. ഒരു വീടാണെങ്കിലും, ഒരു സ്ഥാപനമാണെങ്കിലും, ഒരു ഗവൺമെന്റ് ആണെങ്കിലും എന്താണ് അവിടെ ആവശ്യം? ബഡ്ജറ്റ്. കാരണം എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബഡ്ജറ്റ്. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബഡ്ജറ്റ് ട്രൈസ് ടു മാക്സിമം ഈസ് ലെവൽ സാറ്റിസ്ഫാക്ഷൻ. പരമാവധി ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ എന്തും പരമാവധി കിട്ടണം. സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി പരമാവധി നേടണം. അപ്പൊ ഇവിടെ ബഡ്ജറ്റ് ലൈൻ നോക്കാം നമുക്ക്. ഇതാണ് ഒരു വ്യക്തിയുടെ ബഡ്ജറ്റ് ലൈൻ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എപ്പോഴും ബഡ്ജറ്റ് ലൈൻ ചോദിച്ചാൽ ഡിമാൻഡ് കർവ് പോലത്തെ ഒരു ലൈനാട്ടോ. ഇതാണ് ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈനിലെ കമ്മോഡിറ്റി ഓഫ് വൈയും ഇവിടെ കമ്മോഡിറ്റി ഓഫ് എക്സും ആണ്. M ഡിവൈഡഡ് ബൈ PY. M എന്ന ഇൻകവും P എന്ന് പറയുന്നത് പ്രൈസും ആണ്. അതേപോലെ തന്നെ QY ഈക്വൽ M ഡിവൈഡഡ് ബൈ PX മൈനസ് PX ഡിവൈഡഡ് ബൈ PY QX. അപ്പോ ബഡ്ജറ്റ് ലൈന് ബഡ്ജറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വരച്ച് ഈ ഇക്വേഷൻ എഴുതിയിട്ടാ മതി. കമ്മോഡിറ്റി ഓഫ് Y M ഡിവൈഡഡ് ബൈ PY. M എന്ന് പറഞ്ഞ വരുമാനം,
പി എന്ന് പറഞ്ഞാൽ പ്രൈസ്. അപ്പൊ കമ്മോഡിറ്റി ഓഫ് വൈന്റെ വരുമാനവും പ്രൈസും. ഇവിടെ ക്യു വൈ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി. അപ്പൊ എം ഡിവൈഡഡ് ബൈ പി എക്സ്, ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിവൈഡഡ് ബൈ വരുമാനം ഡിവൈഡഡ് ബൈ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് മൈനസ് കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിവൈഡഡ് ബൈ കമ്മോഡിറ്റിയുടെ എന്താണ് ഇൻകവും ആണ് അവിടെ നോക്കുന്നത്. അപ്പൊ ഇത് തമ്മില് ക്യു വൈ ഈക്വൽ എം ഡിവൈഡഡ് ബൈ പി എക്സ് മൈനസ് പി എക്സ് ഡിവൈഡഡ് ബൈ പി വൈ ക്യു എക്സ്. ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബഡ്ജറ്റ് ലൈൻ. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ബഡ്ജറ്റ് ലൈൻ ചോദിക്കുമ്പോ ക്യു വൈ ഈക്വൽ എം ഡിവൈഡഡ് ബൈ പി എക്സ് മൈനസ് പി എക്സ് ഡിവൈഡഡ് ബൈ പി വൈ ക്യു എക്സ്. ഇനി ബഡ്ജറ്റ് ലൈൻ മാറും എപ്പോഴാണ്? ബഡ്ജറ്റ് ലൈൻ സാധാരണ നോർമൽ കേസിൽ ഒരു വ്യക്തിയുടെ ബഡ്ജറ്റ് ലൈനാണിത്. ഈ ബഡ്ജറ്റ് ലൈനിൽ എപ്പോഴാണ് മാറ്റം സംഭവിക്കുക, ചേഞ്ച് സംഭവിക്കുക? ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈന് മാറുന്നതിന് പറയുന്ന പേരാണ് ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈന് ഷിഫ്റ്റ് ചെയ്യുക. അത് എപ്പോ? ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാകുമ്പോ. ഇവിടെ നോക്കി നോക്കൂ. ഒരു സാധാരണ കേസില് ഇപ്പോ 5, ഇവിടെ 5, 10, 15, 20. ബഡ്ജറ്റ് ലൈന് എന്ന് പറയുന്നത് 15ലാണ്. 30, അതായത് 30 രൂപയാകുമ്പോൾ എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്? 15 എണ്ണം അല്ലെ? പിന്നെ ഇവിടെ 40 വരുമാനം എന്ന് പറയുന്നത് 40 ലെവലിൽ എത്തുമ്പോഴേക്ക് എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്? 20. അപ്പൊ ഇവിടെ ഇങ്ങനെ വർദ്ധിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇൻകം വർദ്ധിച്ചുകൊണ്ട്. ബഡ്ജറ്റ് ലൈന് മുകളിലേക്കാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്തിരുന്നത്. ചിലപ്പോ ബഡ്ജറ്റ് ലൈന് ഇൻകം വർദ്ധിക്കുമ്പോ ഇത്ര ഓർത്ത് വെക്കുക, ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻകം വർദ്ധിക്കുമ്പോൾ ബഡ്ജറ്റ് ലൈന് റൈറ്റ് ഭാഗത്തേക്കായി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എന്നാൽ ഇൻകം കുറയുമ്പോഴോ, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ലൈന് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെയാവും. ഇപ്പൊ ഈ ബഡ്ജറ്റ് പറഞ്ഞ സാധാരണ കേസിൽ ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് നമ്മുടെ സാധാരണത്തുള്ള ബഡ്ജറ്റ് ലൈൻ. ഇൻകം 30, വാങ്ങുന്ന അളവ് 15. പക്ഷെ ഇൻകം 40 ആയപ്പോ വാങ്ങുന്ന അളവ് വീണ്ടും കൂടി. ഇൻകം കുറഞ്ഞപ്പോ 20 ആയപ്പോ വാങ്ങുന്ന അളവ് കുറഞ്ഞു. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ. അതേപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ ബഡ്ജറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും നന്നായി മനസ്സിലാക്കി പോവുക. അതേപോലെ നല്ല ടോപ്പിക്കുകളും നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ പറഞ്ഞു തന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ. യൂണിറ്റ് 6 പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്. ഈ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായും നമുക്ക് എക്സാമിന് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ആകെ 2 ടോപ്പിക്കാണ് ഇതൊന്ന് കൂടുതലായിട്ട് ചോദിക്കുക. പക്ഷെ ഈ 2 ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നോക്കൂ, എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നോക്കാനുള്ളത്? ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റ്. ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഈ മൂന്നെണ്ണം ചേർന്ന് കൊണ്ടൊരു ടേബിളും അതിന്റെ ഇക്വേഷൻസും അതേപോലെ തന്നെ അതിന്റെ ഡയഗ്രാംസും, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ അനലൈസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ടോട്ടൽ പ്രോഡക്റ്റ് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം ഉൽപാദനം. ആവറേജ് ആൻഡ് മാർജിനൽ അപ്പൊ ഈ ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്നാണ് ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ APL MPL ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും എങ്ങനെയാണ് കണ്ടെത്തുക എന്നാണ് ഈ ഇക്വേഷനിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ടോട്ടൽ ആവറേജ് ആൻഡ് മാർജിനൽ പ്രോഡക്റ്റില് നമുക്ക് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 5. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ ആവറേജ് മാർജിനൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഈ ടേബിളും ഈ ഇക്വേഷനും ഈ കർവും ഇത്രയും നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തന്നെ നിങ്ങൾക്ക് മൊത്തം മാർക്കും നേടാൻ സാധിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഈ ഭാഗങ്ങളാണ് കൂടുതൽ ചോദിക്കുക. അതുകൊണ്ട്
ഇവിടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, എമൗണ്ട് ഓഫ് ലേബർ, ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ഔട്ട്പുട്ട്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോ നോക്കേണ്ടത്. അതില് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സെയിം ആണ്, 5 തന്നെയാണ്. എന്നാൽ എമൗണ്ട് ഓഫ് ലേബർ പറയുന്നത് 0 തൊട്ടിട്ട് 10 വരെയാണ്. ലേബേഴ്സ് 1, 2 അങ്ങനെ വർദ്ധിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയൊക്കെ? 20, 60, 120, 180, 190, 216, 224, 224 റിപ്പീറ്റിംഗ്, 216 വീണ്ടും കുറഞ്ഞു, 200. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ തന്നിരിക്കാം. ഇനി തന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരിക്കണം. ഇനി നമ്മൾക്ക് ഈ ടോട്ടൽ പ്രോഡക്റ്റിനെയാണ് ക്യൂ എന്ന് പറയാ. ടോട്ടൽ പ്രോഡക്റ്റിനെയാണ് ഇവിടെ എന്ത് പറയാ? ക്യൂ എന്ന് പറയാ. ഇതിന്ന് വേണം നമ്മൾ ഏതൊക്കെ കണ്ടെത്താൻ. ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും നമ്മൾ ഏതിൽ നിന്നും കണ്ടെത്തണം? ടോട്ടൽ പ്രോഡക്റ്റിൽ നിന്നും കണ്ടെത്തണം. അപ്പൊ ആവറേജ് പ്രോഡക്റ്റ് കാണുന്ന ഇക്വേഷൻ ഇവിടെ ഉണ്ട്. എന്താണ്? ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ കാണുക എങ്ങനെയാണ്? Q ഡിവൈഡഡ് ബൈ L. Q എന്ന് പറയുന്നത് ഏതാ? ടോട്ടൽ പ്രോഡക്റ്റ് ആണ്. L എന്ന് പറയുന്നത് ലേബർ ആണ്. അപ്പൊ ടോട്ടൽ പ്രോഡക്റ്റിനെയാണ് Q എന്ന് പറയുന്നത്. ഈ Qയിൽ നിന്ന് വേണം Qവിനെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്നത്. നോക്കി നോക്കൂ. ഇവിടെ 20 ഡിവൈഡഡ് ബൈ 1 20, 15 ഡിവൈഡഡ് ബൈ 2 30, 120 120 ഡിവൈഡഡ് ബൈ 3 14, 180 ഡിവൈഡഡ് ബൈ 4 14, 190 ഡിവൈഡഡ് ബൈ 5 38, 216 ഡിവൈഡഡ് ബൈ 6 36, 224 ഡിവൈഡഡ് ബൈ 7 32, 224 ഡിവൈഡഡ് ബൈ 8 28, 216 ഡിവൈഡഡ് ബൈ 9 24, 200 ഡിവൈഡഡ് ബൈ 10 20. ഇതാണ് ആവറേജ് പ്രോഡക്റ്റ്. അപ്പൊ ആവറേജ് പ്രോഡക്റ്റ് കിട്ടിയ എങ്ങനെയാണ്? ആവറേജ് പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ പ്രോഡക്റ്റിനെയാണ് ഇവിടെ Q എന്ന് പറയണേ. ഈ ടോട്ടൽ പ്രോഡക്റ്റിനെ നമ്മൾ Q എന്ന് പറയും. ഈ ടോട്ടൽ പ്രോഡക്റ്റിനെ ലേബർ കൊണ്ട് ഹരിക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്നത്. അടുത്തത് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റിന്റെ ഇക്വേഷൻ നോക്കൂ. ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ L. ഡെൽറ്റ എന്തിനാ ഉദ്ദേശിക്കുക? എന്താണ് ഡെൽറ്റ? ചേഞ്ച് വരുന്നതിനെയാണ് ഡെൽറ്റ എന്ന് പറയുക. അപ്പൊ ഡെൽറ്റ Q ഡിവൈഡഡ് ബൈ ഡെൽറ്റ L എന്ന് പറയാം. അല്ലെങ്കിൽ QN. Q എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ്. Q ആണ് ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ്. QN മൈനസ് QN മൈനസ് 1. QN മൈനസ് QN മൈനസ് 1 ആണ്. N മൈനസ് 1 ആണ്. അപ്പോ ഇവിടെ നമുക്ക് MP കാണുക എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ TP യെ കുറച്ച് കൊണ്ട് QN എന്ന് പറയുന്നത് 20, QN N മൈനസ് 1. അപ്പൊ 20നെ 0 കൊണ്ട് മൈനസ് ചെയ്തപ്പോ 20. ഇനി 60നെ 20 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 40, 120നെ 60 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 50, 180നെ 120 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 40, 190നെ 150 കൊണ്ട് മൈനസ് ചെയ്യുമ്പോ 30, 210നെ 16നെ 190 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 26, 224നെ 216 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 8, 224നെ 224 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പൊ നമുക്ക് ഇവിടെ ഡെൽറ്റ Q ബൈ ഡെൽറ്റ L കാണുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? QN മൈനസ് 1. അതായത് ക്യൂവിന്റെ ആദ്യത്തെ നമ്പറ് മൈനസ് പിന്നത്തെ നമ്പറ്, ആദ്യത്തെ നമ്പറ് മൈനസ് പിന്നത്തെ നമ്പറ്, ആദ്യത്തെ നമ്പറ് മൈനസ് പിന്നത്തെ നമ്പർ. അങ്ങനെ ചെയ്തു പോരുമ്പോഴാണ് നമുക്ക് ഏത് കിട്ടുന്നത്? MP കിട്ടുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുട്ടികളെ. ഒന്നുമില്ല, ക്യാപിറ്റൽ പറയുന്നത് ഫിക്സഡ് ആണ്, അതവിടെ അങ്ങനെ നിൽക്കണം, 5 5 5 5 ആയിട്ട് നിൽക്കുന്നുണ്ട്. ലേബർ എന്ന് പറയുന്നത് 0 തൊട്ട് 10 വരെയാണ്. TP എന്ന് പറയുന്നത് ഒരു സപ്പോസ് ചെയ്തിട്ടുള്ള ഒരു നമ്പറാണ്.
ഈ ടി പി നിന്നാണ് നമ്മൾ ആരേനൊക്കെ കാണുക, എ പി ആവറേജ് പ്രോഡക്റ്റിനെയും മാർജിനൽ പ്രോഡക്റ്റിനെയും നമ്മൾ കാണുന്നത്. ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ടി പി എ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാ, ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഡിവൈഡഡ് ബൈ ക്യൂ ബൈ എൽ. ടി പിന്നെയാണ് ഇവിടെ ക്യൂ എന്ന് പറയുക. അപ്പൊ ഈ ക്യൂവിനെ ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എ പി കിട്ടുന്നത്. ഇനി എം പി കിട്ടിയ എങ്ങനെ, ടി പിനെ കുറച്ച് വരിക. ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൽ ആണെങ്കിലും അങ്ങനെ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി, ടി പിനെ 20 - 0, 60 - 20, 120 - 60 അങ്ങനെ കുറച്ച് വരുമ്പോഴാണ് എം പി കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ടേബിൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഡയഗ്രാം എളുപ്പമാണ്. ആദ്യം നമുക്ക് ടി പി വരയ്ക്കാം. ടി പി എങ്ങനെ വരയ്ക്കിയതാ, ടി പിനെ ഇവിടെ ലേബറിന്റെ നമ്പർ, ഇവിടെ നമ്മള് ടി പി, ഇതാണ് ടി പി. അപ്പൊ നമ്മള് ടി പി ഈ ഭാഗത്ത് അടയാളപ്പെടുത്തും, ഈ ഭാഗത്ത് ലേബറും അടയാളപ്പെടുത്തും. എന്നിട്ട് ലേബർ എത്രയാണ്, 1 ആയിരിക്കുമ്പോ ടി പി ലേബർ 0 ആവുമ്പോ ടി പിയും 0 ആണ്. ലേബർ 1 ആവുമ്പോ ഇവിടെ ടി പി 20 ആയിരിക്കും. ലേബർ 2 ആയിരിക്കുമ്പോൾ ടി പി എത്രയാണ്, ലേബർ 2 ആയിരിക്കുമ്പോ ടി പി 60 ആണ്. ലേബർ 3 ആയിരിക്കുമ്പോ ടി പി 120 ആണ്. ലേബർ 4 ആയിരിക്കുമ്പോ ടി പി 150 ആണ്. ലേബർ 5 ആയിരിക്കുമ്പോ ടി പി 190 ആണ്. ലേബർ 6 ആയിരിക്കുമ്പോ ടി പി 216 ആണ്. ലേബർ 7 ആയിരിക്കുമ്പോ 224 ആണ്. വീണ്ടും ലേബർ 8 ആയിരിക്കുമ്പോൾ ഏതാണ് ഇവിടെ ഫ്ലാറ്റ് പോലെ കണ്ടോ, അപ്പോൾ ലേബർ 224 ആണ്. പിന്നെ ലേബർ 9 ആയിരിക്കുമ്പോ താഴേക്ക് വീണ്ടും അത് കുറയുക ചെയ്യണം. അപ്പൊ താഴേക്ക് പോന്നു, ഡയഗ്രാം 216 ആയി. വീണ്ടും ഇത് കണ്ടോ, 9 ആവുമ്പോ 216 എന്ന് പറയുമ്പോ ഈ ഏകദേശം ഇങ്ങനെ താഴും കൊണ്ട് പോന്നു. പിന്നെ 10 ആവുമ്പോ എത്രയാണ്, 200 ആവും. ഓക്കെ, ഇതാണ് ടോട്ടൽ പ്രോഡക്റ്റ് കർവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇനി നമ്മൾക്ക് ഏതാ നോക്കേണ്ടത്, മാർജിനൽ പ്രോഡക്റ്റ് കർവും ആവറേജ് പ്രോഡക്റ്റ് കർവും. മാർജിനൽ പ്രോഡക്റ്റ് കർവ് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ആവറേജ് പ്രോഡക്റ്റ് എടുക്കുക. ആവറേജ് പ്രോഡക്റ്റിന് നമുക്കറിയാം 0 - 0 തന്നെ, 1 - 20, 1 - 20, 2 - 30 അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തി പോരുമ്പോഴാണ് ആവറേജ് പ്രോഡക്റ്റ് കർവ്. അതേപോലെ ഇതും വീണ്ടും ഇതിനെ നോക്കുക, ഇതിക്ക് അടയാളപ്പെടുത്തി പോരുമ്പോഴാണ് മാർജിനൽ പ്രോഡക്റ്റ് കർവ്. ഇതാണ് ഇതിന്റെ ഡയഗ്രമാറ്റിക്കലായിട്ട് കർവായിട്ട് കാണിക്കുന്നത്. അതായത് ടി പി മുകളിൽ കാണിച്ചു, പിന്നെ എ പി വരച്ചു, പിന്നെ നമ്മൾ എം പി വരച്ചു. ഇവിടെ വെച്ചിട്ട് ഈക്വൽ ആകുന്ന ഈ 150 വെച്ചിട്ടാണ് ഇവിടെ തമ്മിൽ ജോയിന്റ് ആകുന്നത്. അത് എച്ച്, ജെ എ, കെ എ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നതാണ് അതിന്റെ കർവ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മറ്റൊരു ടോപ്പിക്ക്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാന ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് പ്രോഡക്റ്റ് കർവ്. ഈ പ്രോഡക്റ്റ് കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നോക്കാം. ഇവിടെ ടി പി, എം പി, എ പി എന്ന് കൊടുത്തുള്ളൂ. സ്റ്റേജ് 1 ആയിരിക്കുമ്പോ എന്താ അവസ്ഥ, ഈ കർവിനെ കേട്ടോ ഇവിടെ പറയണത്, ഈ കർവിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയണത്, പ്രത്യേകതകളാണ് പറയണത്. സ്റ്റേജ് 1 ആയിരിക്കുമ്പോൾ ഫസ്റ്റ് ഇൻക്രീസിംഗ് റേറ്റ്, then the rate of increase change from increasing to diminishing. ആദ്യം വർദ്ധിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഏത്, ടോട്ടൽ പ്രോഡക്റ്റ് സ്റ്റേജ് 1 എന്തൊക്കെയാ സംഭവിക്കുക, ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ ഇൻക്രീസ് ചെയ്യും, പിന്നെ കുറയുന്നു. ശരിയല്ലേ, ഇൻക്രീസ് ചെയ്യും, പിന്നെ കുറയുന്നു. മാർജിനൽ പ്രോഡക്റ്റ് എന്താ സംഭവിക്കുന്നത്, ആദ്യം ഇൻക്രീസ് ചെയ്യും, പിന്നെ മാക്സിമത്തിൽ എത്തും, പിന്നെ ലാസ്റ്റിക്ക് എത്തുമ്പോഴേക്കും ഡിമിനിഷിങ് ആവും. എ പി എന്താ സംഭവിക്കുന്നത്, ഇൻക്രീസ് ചെയ്യും, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തു പോകും. അതാണ് 2 പോയിന്റ് ഇ ആൻഡ് എച്ച് എന്നുള്ള ലെവലിലാണ് അതിന്റെ ഫിഗർ വരിക. സ്റ്റേജ് 2 ആവുമ്പോഴോ ഇവിടെ പോയിന്റ് ഇ ആൻഡ് എച്ച് വരെയാണ് അതിന്റെ ഫിഗർ വരിക കേട്ടോ. ടെസ്റ്റിൽ നിങ്ങളെ മെറ്റീരിയൽ നോക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റേജ് 2 ആവുമ്പോൾ ടി പി എന്താ സംഭവിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും, പിന്നെയും ഡിമിനിഷിങ് ആവും, പിന്നെയും മാക്സിമത്തിൽ എത്തും, പിന്നെയും ഡിമിനിഷ് ആവും. അത് സ്റ്റേജ് 2. എം പി എന്താ സംഭവിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്യും, ലാസ്റ്റ് 0 എത്തും. എ പിയോ
മാക്സിമത്തിലെത്തും, പിന്നെ ഈക്വൽ ആവും, പിന്നെ ഡിമിനിഷിങ് ആവും, കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷിങ് ആവും. അറ്റ് പോയിന്റ് എഫ് ആൻഡ് ജെയിൽ ഈ ഭാഗത്തേക്ക് എത്തും. അറ്റ് പോയിന്റ് ജി ആൻഡ് കെയിലേക്കൊക്കെ ഈ പോയിന്റുകൾ എത്തും. സ്റ്റേജ് 3 ആവുമ്പോ TP ഡിമിനിഷിങ് ആണ് അല്ലെ. ഡിമിനിഷിങ് എന്ന് പറഞ്ഞാൽ കുറയുന്നു. MP നെഗറ്റീവിലെത്തും. ഈ ഭാഗം നെഗറ്റീവാണ്, MP നെഗറ്റീവിലാക്കും. AP ആവുമ്പോ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു പോരും. ഇത് റൈറ്റ് പോയിന്റ് ഓഫ്, അത് ഏത് ഭാഗത്താണ്? റൈറ്റ് പോയിന്റ് ഓഫ് ജെ ആൻഡ് കെ ഈ ഭാഗത്ത്. ഈ ജെ ആൻഡ് കെ എന്ന ഭാഗത്ത് വെച്ചിട്ട് AP-യും MP നെഗറ്റീവ് ആവുന്നുണ്ട്, AP ഡിമിനിഷ് ആകുന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ചിട്ട് ഈ കാര്യങ്ങൾ തന്നെ വ്യക്തമാക്കി തരാറുള്ളൂ. ടോട്ടൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും. ടോട്ടൽ പ്രോഡക്റ്റിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക്, അതായത് ടോട്ടൽ പ്രോഡക്റ്റിനെ ഇവിടെ ക്യൂ ആയിട്ടാണ് കാണുന്നത്. ആ ടോട്ടൽ പ്രോഡക്റ്റിനെ ലേബർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി മാർജിനൽ പ്രോഡക്റ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ പ്രോഡക്റ്റിന്റെ ആദ്യ നമ്പറും പിന്നത്തെ നമ്പേഴ്സും തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് മാർജിനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ യൂണിറ്റ് 6, ചെറിയ ചാപ്റ്റർ ആണ്. നിങ്ങൾ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാനുള്ളത്. ഓക്കെ.